Hi, hello. Welcome to the live session of JEE Express Brilliant Study Center Pala. എല്ലാവരും റെഡി അല്ലടാ? നമുക്ക് തുടങ്ങാം. ഒരു തംസ് അപ്പ് തരുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങായിരുന്നു. യെസ്, ലോസ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. ഇന്നലത്തെ പ്രൊമോ കണ്ടല്ലോ അല്ലേ? അപ്പം +1 ഏറ്റവും യെസ് അലൻ, യെസ് അഭിയാൻ, പ്രൊമോയിൽ കണ്ട മാതിരി നിങ്ങൾക്ക് അറിയുന്നതാണ്. ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, എന്നാൽ നല്ല വെയിറ്റേജ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ അതിൻ്റെ മേലേക്കാണ് ബാക്കിയുള്ള കുറേ ചാപ്റ്റേഴ്സ് ബിൽഡ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ വർക്ക് എനർജി പവർ ആണെങ്കിലും ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഈ ഫ്രീ ബോഡി ഡയഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ്സ് റേസ് ചെയ്യുക കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ? യെസ്. അപ്പോൾ ലോസ് ഓഫ് മോഷനിൽ സിലബസ് പറയുവാണെങ്കിൽ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആണ്. ഫിസിക്സിൽ കാര്യമായിട്ടൊന്നും നമുക്ക് ഡിലീറ്റഡ് ഒന്നും ഇല്ല, കുറവാണുള്ളത്. അതും കണക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പഠിച്ചേ പറ്റും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കണു. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. മക്കളെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതിയേ. യെസ്. സോ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എന്താണ്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താ മക്കളെ? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ്. എന്താ സംഭവം അത്? അതായത് റെസ്റ്റിലിരിക്കുന്ന ബോഡിനെ മോഷനിലാക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. അല്ലെങ്കിൽ മോഷനിലിരിക്കുന്ന ബോഡിനെ റെസ്റ്റിലാക്കാനും വി നീഡ് എ ഫോഴ്സ്, ഒരു ഫോഴ്സ് വേണം. അപ്പോൾ ഫോഴ്സ് എന്താന്ന് ഡിഫൈൻ ചെയ്ത ലോയും ഏതന്നെയാണ്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ തന്നെയാണ്. ഫോഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നൊരു ലോ ആണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പോൾ എന്താ മക്കളെ ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ബോഡിനെ മോഷനിലാക്കാൻ വി നീഡ് എ ഫോഴ്സ്, മോഷനിലിരിക്കുന്ന ബോഡിനെ റെസ്റ്റിലാക്കാനും വി നീഡ് എ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഐദർ പുഷ് ഓർ പുൾ വിച്ച് ചേഞ്ചസ് ഓർ tends to change the state of a body. It is either push or pull. നമുക്ക് ഫോഴ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം മക്കളെ? It is either push or pull. ഒന്നില്ലെങ്കിൽ പുഷ് ആണ്, അല്ലെങ്കിൽ അതെന്താണ്? പുള്ളാണ്. അത് എന്തിനാണോ യൂസ് ചെയ്യുന്നത്? which changes or tends to change the സ്റ്റേറ്റ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ നിന്നൊന്നും ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ചോദിച്ച് കാണൽ കുറവാണ്. നിങ്ങൾ പക്ഷെ ഫസ്റ്റ് തൊട്ട് പറയണ്ടേ നമ്മൾ, അതുകൊണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. യെസ്. സോ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷന് ഫോഴ്സ് മാത്രമല്ല, സത്യത്തിൽ ഇപ്പോൾ മിസ് ഇപ്പോൾ ഈ പേനനെ ഇവിടെ റെസ്റ്റിലാവും, ഇങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പേന എന്ത് ചെയ്യും? ഇവിടെ റെസ്റ്റിലിരിക്കും. വേറൊരാളുടെ സഹായം ഉണ്ടെങ്കിലാണ് ഈ പേനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതായത് വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമാണ് ഈ പേനയ്ക്ക് മൂവ് ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്നും വേറൊരു പ്രോപ്പർട്ടിനെയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രോപ്പർട്ടിയാണ്, വിച്ച് ഈസ് നൺ അതർ ദാൻ ഇനേർഷ്യ അല്ലേ മക്കളെ? ഇനേർഷ്യ എന്താ മക്കളെ? ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എ ബോഡി അല്ലെങ്കിൽ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് അല്ലേ? അതിന് സ്വന്തമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആ ഇനബിലിറ്റി അല്ലെങ്കിൽ ആ ടെൻഡൻസി. എന്തിനുള്ള ടെൻഡൻസിയാണ്? സെയിം സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി. അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഇനേർഷ്യ എന്ന് വിളിക്കാം. നിങ്ങൾ ഇനേർഷ്യ 3 ടൈപ്പ് ഇനേർഷ്യ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഏതൊക്കെയാണ് പഠിച്ചത്? ഇനേർഷ്യ ഏതൊക്കെയാണ് പഠിച്ചത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് പഠിച്ചായിരുന്നു, ഇനർഷ്യ ഓഫ് മോഷൻ പഠിച്ചായിരുന്നു, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ പഠിച്ചായിരുന്നു അല്ലേ? ഇതിനെല്ലാം എക്സാമ്പിളുകൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് തന്നെ അറിയാം. എന്താ മക്കളെ ഇനർഷ്യ ഓഫ് റെസ്റ്റ്? ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള യെസ് റെസ്റ്റും മോഷനും പഠിച്ചു. യെസ്. ഇനർഷ്യ ഓഫ് ഡയറക്ഷനും പഠിച്ചില്ലടാ? ഇനർഷ്യ ഓഫ് ഡയറക്ഷനും പഠിച്ചില്ലേ? യെസ്. ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ നിങ്ങൾ പഠിച്ചു. എന്താ ഈ 3 ഇനർഷ്യകൾ തമ്മിലെ ബേസിക് ഡിഫറൻസ് എന്താ? ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇഷ്ടം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ പാസഞ്ചർ ടെൻസ് ടു ഫോൾ ബാക്ക്വേർഡ് ആണോ അല്ലയോ? അതെന്തുകൊണ്ടാണ്? ഇനർഷ്യ ഓഫ് റെസ്റ്റ് കാരണമാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഇനർഷ്യയാണ് എന്താ? ഇനർഷ്യ ഓഫ് മോഷൻ. നമ്മൾ സ്പീഡിൽ പോകുന്ന ബസ് പെട്ടെന്ന് നിർത്തിയാൽ വി വിൽ ഫോൾ ഫോർവേഡ് ആയിരിക്കും ഫോളോ ചെയ്യുക അല്ലേ? അതാണ് ഇനർഷ്യ ഓഫ് മോഷൻ. പിന്നെ ഏതാ? ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. അതായത് ബസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വളവ് തിരിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു സൈഡ് വലിവുണ്ടാവില്ലേ? അതാണ് എന്ത്? ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. റെസ്റ്റിലിരിക്കുമ്പോൾ റെസ്റ്റ് മാറ്റാൻ പറ്റാത്ത അവസ്ഥ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. മോഷനിലിരിക്കുമ്പോൾ മോഷൻ മാറ്റാൻ പറ്റാത്ത അവസ്ഥ, അതാണ് ഇനർഷ്യ ഓഫ് മോഷൻ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത്? ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. ഹായ്, ഗുഡ് ഈവനിങ്. യെസ്.
അതാണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ ഇനർഷ്യയും ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് എന്താണ്? മൊമെൻറ്റം. എന്താ മക്കളെ മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി അല്ലെങ്കിൽ പൊസസ്ഡ് ഇൻ എ ബോഡി. ഒരു ബോഡിയിൽ എത്രത്തോളം മോഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? മൊമെൻറ്റം. മൊമെൻറ്റത്തിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ് മക്കളെ? പി ആണ് അല്ലേ? പിയുടെ ഇക്വേഷൻ എന്താ? പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. പി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മക്കളെ? മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? മൊമെന്റത്തിന്റെ ഡയറക്ഷൻ വെലോസിറ്റിയുടെ ഡയറക്ഷനിലായിരിക്കും അല്ലേ? കാരണം മാസ് സ്കെയിലർ അല്ലേ? അപ്പൊ മാസിന്റെ ഡയറക്ഷൻ ഒന്നുമില്ല. യെസ് അഭിനവ്, പി ഈക്വൽ ടു എം വി ആണോ അല്ലയോ? മാസിന് ഡയറക്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ആരുടെ ഡയറക്ഷനിലാണ്? വെലോസിറ്റിയുടെ ഡയറക്ഷനിലാണ് നമുക്ക് പറയാം. അപ്പൊ പി ഈക്വൽ ടു എം വി. യൂണിറ്റ് ഒന്നും നമ്മൾ പറയണില്ല, അതൊക്കെ നമുക്ക് അറിയണമല്ലടാ. അതൊക്കെ പറയണോ? വേണ്ടല്ലോ. യെസ്. ഇനി മൊമെന്റം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വന്ന ആളാണ് ആരാണ്? അവനാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താ മക്കളെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഫോഴ്സ് എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഡിഫൈൻ ചെയ്തതായിരുന്നു ഫസ്റ്റ് ലോ. അതിന് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് പറഞ്ഞ ആളാണ് ആര്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. വാട്ട് ഈസ് ദാറ്റ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എല്ലാവർക്കും അറിയും. എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? ഇറ്റ് ഈസ് എ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ applied force and is always in the direction of force. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Time rate of change of momentum is directly proportional to applied force and is always in the direction of force. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എന്താ മക്കളെ ഉദ്ദേശിക്കുന്നത്? ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിച്ച് ഈസ് ഡി പി ബൈ ഡി ടി. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താ മക്കളെ? ഡി പി ബൈ ഡി ടി. അത് എന്തിന് പ്രപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്? ഫോഴ്സിന് പ്രപ്പോർഷണൽ ആണ്. ഇങ്ങനെ ഒരു പ്രപ്പോർഷണാലിറ്റി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം തന്നെ അവനെ കോൺസ്റ്റന്റ് ആക്കി മാറ്റാം. ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് ഇടാം അല്ലെ? ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. എസ് ഐ യൂണിറ്റിൽ ഈ കോൺസ്റ്റന്റ് എത്രയാണ് മക്കളെ? 1 ആണ്. എഫ് എസ് ഈക്വൽ ടു അപ്പം എന്ത് വരും? ഡി പി ബൈ ഡി ടി എന്ന് വരും. എഫ് എസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇനി എഫ് എസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നിങ്ങൾ? ഡി ബൈ ഡി ടി ഓഫ് എഫ് എസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് എഴുതും. എന്നിട്ട് നിങ്ങൾ എന്തോ എഴുതും? എഫ് എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞേ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ എഴുതാം എന്ന് പറഞ്ഞേ? എഫ് എസ് ഈക്വൽ ടു എം എ. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എഫ് എസ് ഈക്വൽ ടു എം എ. അത് വരട്ടെ. യെസ്. ഈ എമ്മിനെ പുറത്തേക്ക് എടുക്കും. എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതും നിങ്ങൾ. എന്നിട്ട് പറയും എഫ് എസ് ഈക്വൽ ടു എന്താന്ന് പറയും? എം ഇൻറ്റു ഡി വി ബൈ ഡി ടി നമുക്കറിയാലോ, അത് ആക്സലറേഷൻ അല്ലേ? എഫ് എസ് ഈക്വൽ ടു എം എ എന്ന് പറയും. പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എഴുതുന്നോണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രശ്നമുണ്ട്. ഇങ്ങനെ എഴുതണമെങ്കിൽ ഈ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കണ്ടേ? ഡിഫറൻസിയേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളിനെ പുറത്തെടുക്കണമെങ്കിൽ ആ മാസ് കോൺസ്റ്റന്റ് ആയി, ആ സാധനം പുറത്തെടുക്കുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണ്ടേ? വേണോ വേണ്ടയോ? ഇവിടെ മാസ് കോൺസ്റ്റന്റ് ആണെന്ന് ആരാ പറഞ്ഞ്? മാസ് കോൺസ്റ്റന്റ് അല്ലാത്ത എത്ര സിസ്റ്റങ്ങളുണ്ട്? റോക്കറ്റ് പ്രൊപ്പൽഷൻ എടുത്ത് നോക്ക്. റോക്കറ്റിന്റെ താഴെ കൂടെ ഒരു പുക വരുന്നത് കണ്ടുണ്ടാ? അതെന്താ ഡെക്കറേഷൻ ആണോ? അല്ലല്ലോ, മാസ് ബേൺ ചെയ്ത് പോകുന്നല്ലേ. അപ്പൊ അവിടെ വേരിയബിൾ മാസ് സിസ്റ്റം അല്ലേ? അവിടെ നമുക്ക് ചുമ്മാ വെറുതെ എഫ് എസ് ഈക്വൽ ടു എം എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എഫ് എസ് ഈക്വൽ ടു, വെരി ഗുഡ് സ്നേഹ, എം ഇൻറ്റു ഡി വി ബൈ ടി. യെസ്. അപ്പോൾ എഫ് എസ് ഈക്വൽ ടു എം എ എന്ന് നമുക്ക് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പഠിക്കേണ്ട ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഫ് എസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. എഫ് എസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എന്നിട്ട് എങ്ങനെ പറയാം? ഇഫ് മാസ് ഈസ് കോൺസ്റ്റന്റ് ദെൻ എഫ് എസ് ഈക്വൽ ടു എം എ എന്ന് പറയാം. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ചത് ഈ മാസ് ഇനീഷ്യൽ മാസ് ആയിരിക്കണം എന്നില്ല. നിങ്ങൾ ഓരോ ഇൻസ്റ്റന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മാസ് മാറുന്നുണ്ട്. മേളിലോട്ട് റോക്കറ്റ് ഇങ്ങനെ പോകുന്നത്. നമുക്ക് അതിലേക്ക് വരാട്ടോ. റോക്കറ്റ് പ്രൊപ്പൽഷൻ നമ്മൾ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഇത് എഫ് എസ് ഈക്വൽ ടു എം എ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോൺസ്റ്റന്റ് മാസ് സിസ്റ്റത്തിന് മാത്രമാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? എഫ് എസ് ഈക്വൽ ടു എം എ എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വേർ എം ഈസ് ദ മാസ് ഓഫ് ദ ബോഡി and A is the acceleration of the body. ഓക്കെ ആണ്. ഇനി എന്താ ഫോഴ്സ്? അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്യുവാണെങ്കിൽ ഇതാ ഒരു ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ ഒരു 3 കിലോ മാസ്, ബ്ലോക്കിൻ്റെ മാസ്സാണ് 3 kg. നമ്മളൊരു 5 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. കൊടുത്തോട്ടെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇതാ എഫ് എസ് ഈക്വൽ ടു എം എ ആയതുകൊണ്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫ് ബൈ എം ആണല്ലോ. ഇതിൽ എഫ് ആരാ? നെറ്റ് ഫോഴ്സ് ആണ് അല്ലേ? ഇവിടെ നിന്ന് നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ 5 - 3 എത്ര വരും? 5 - 3 ബൈ മാസ് എം. മാസ് എത്രയാണ് മക്കളെ? 3. അപ്പോൾ 2/3 എന്ന് വരും. 2/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് വരും. ആണോ അല്ലയോ? യെസ്. 2/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? ശ്രീഗോപ്, നിനക്ക് അവിടെ നിന്നാണ് 6 കിട്ടിയത്?
6 എങ്ങനെയാണ് വന്ന്? അപ്പോൾ മാറിയതാണോ എഴുതിയത്? 2/3 m/s എന്നല്ലേ വരിക? അങ്ങനെയാണ് വരിക അല്ലേ ആക്സലറേഷൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഏത് ഫോഴ്സാണ് മക്കളെ? നെറ്റ് ഫോഴ്സ് ആടാ. നെറ്റ് ഫോഴ്സ് ആണ്. ചുമ്മാ കണകണാന്ന് ഫോഴ്സ് ഇടാൻ പറ്റില്ല. ഏത് ഫോഴ്സാണ് നമ്മളവിടെ ഇടേണ്ടത്? നെറ്റ് ഫോഴ്സ് ആണ് ഇടേണ്ടത്. F=ma. എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഈ കാര്യങ്ങൾ അറിയണം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ ഇത് അറിയണം. റെഡിയാണോ പറഞ്ഞത്? നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. യെസ്. സോ അടുത്തത് നിങ്ങൾ അറിയേണ്ടതാണ് ഇമ്പൾസ്. എന്താ മക്കളെ ഇമ്പൾസ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പൾസ്. അതായത് എത്രത്തോളം ആ ഫോഴ്സ് അവിടെ ഫോഴ്സിൻ്റെ എഫക്റ്റ്, അതാണ് ഇമ്പൾസ്. അതിനൊരു എന്താ പറയാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓവർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. ചെറിയൊരു സമയത്ത് ഉണ്ടാകുന്ന വലിയൊരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇമ്പൾസ് എന്ന് വിളിക്കുക. ഇമ്പൾസിന് നമുക്കൊരു എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ അതാ ഇങ്ങനെയൊക്കെ എഴുതാം. ഇമ്പൾസ് = ഫോഴ്സ് ഇൻറ്റു ടൈം എന്നൊക്കെ എഴുതാം. പക്ഷെ നമ്മൾ JEEക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കളല്ലേ, ഇങ്ങനെ ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു കോൺസെപ്റ്റ് ഉള്ള ജനറൽ എക്സ്പ്രഷൻ വേണം നമ്മൾ പഠിക്കാൻ. എന്താണ് ഇമ്പൾസിന്റെ ജനറൽ എക്സ്പ്രഷൻ? ഇമ്പൾസ് I = T1 to T2 F dt. ഇന്റഗ്രൽ T1 to T2 F dt. ഇതാണ് ഇമ്പൾസിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആണോ അല്ലയോ? ഇമ്പൾസിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് എഴുതിയത് I = T1 to T2 F dt എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ F കോൺസ്റ്റന്റ് ആണെങ്കിൽ, if F is constant, F കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇമ്പൾസ് എങ്ങനെ എഴുതാം മക്കളെ? ഇമ്പൾസ് F നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇന്റഗ്രൽ T1 to T2 dt എന്ന് എഴുതാം. dt ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? T ആണ് വരിക. അപ്പോൾ നമുക്ക് F ഇൻറ്റു T dt ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ T വന്നു. Tക്ക് എന്തിട്ട് കൊടുക്കുക? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇമ്പൾസ് F ഡെൽറ്റ T എന്ന് വരും. ഇത് എപ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? എല്ലാവരും ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. എപ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുക? I = F ഇൻറ്റു ഡെൽറ്റ T എന്ന് ഉപയോഗിക്കാം അല്ലേ? ദേവിക ക്ലാസ്സിൽ വന്ന് കാണാട്ടോ. യെസ്, I = F ഇൻറ്റു ഡെൽറ്റ T എന്ന് ഉപയോഗിക്കാം നമുക്ക്. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഇമ്പൾസിന് 2 എക്സ്പ്രഷൻസ് ഉണ്ട്. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ ജനറൽ എക്സ്പ്രഷനിലാണ്. I = T1 to T2 F dt. ഇനി F കോൺസ്റ്റന്റ് ആണെങ്കിൽ I = എന്തെന്ന് എഴുതാം? F ഇൻറ്റു ഡെൽറ്റ T എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? ഇമ്പൾസ് റെഡി അല്ലേ? ഇമ്പൾസ് വെച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കലുണ്ട്. ഗ്രാഫൊക്കെ വെച്ചിട്ട് ഗ്രാഫ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഗ്രാഫ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ഏതാ ഇമ്പൾസ് വെച്ച് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എപ്പോഴും ജനറൽ എക്സ്പ്രഷനിൽ വേണം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, വിച്ച് ഈസ് ഇന്റഗ്രൽ T1 to T2 F dt. റെഡി അല്ലേ? യെസ്. ഇനി അടുത്ത ഏതാ? ഇമ്പൾസ് മൊമെൻറ്റം തിയറം. മക്കളെ ഇമ്പൾസ് മൊമെൻറ്റം തിയറം എന്ന് പറയുമ്പോൾ എന്തോ വലിയ സാധനമെന്ന് വിചാരിക്കും. നമ്മൾ പഠിച്ച സാധനം തന്നെയാടാ. F = dp/dt ആണല്ലോ അല്ലേ? F = dp/dt ആണ്. അപ്പോൾ നമുക്ക് dp = എങ്ങനെ എഴുതാം? F ഇൻറ്റു dt എന്ന് എഴുതാം. എഴുതിക്കൂടെ? നമുക്ക് രണ്ട് സൈഡും ഒരു ഫണ്ടിന് വേണ്ടി ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഇവിടെ നമ്മൾ ഇനീഷ്യൽ മൊമെൻറ്റം P1 ആണ്, ഫൈനൽ മൊമെൻറ്റം P2 ആണ്. ഈ P1 to P2 ഇൻ്റർവെല്ലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ടൈം ഇൻ്റർവെൽ T1 to T2 ആണ്. അങ്ങനെ dp ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആരെ കിട്ടും മക്കളെ? P കിട്ടും. Pക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുത്താൽ = ഇവൻ ആരാ? ഇന്റഗ്രൽ T1 to T2 F dt ആരാ? ഇമ്പൾസ് അല്ലേ? അപ്പോൾ ഇമ്പൾസ് കിട്ടും. അപ്പോൾ ഇമ്പൾസ് I = നമുക്ക് എന്തെന്ന് എഴുതാം? ഡെൽറ്റ P എന്ന് എഴുതാം. ഇമ്പൾസ് I = ഡെൽറ്റ P എന്ന് എഴുതാം. അതായത് ഇമ്പൾസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വലാണ്. ഇതാണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം. ഇമ്പൾസ് എന്തിന് ഈക്വലാണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വലാണ് മക്കളെ. അപ്പോൾ ഇമ്പൾസിൽ നമ്മൾ 3 ഫോർമുലകൾ പഠിച്ചു. ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ T1 to T2 F dt. അതാണ് ജനറൽ എക്സ്പ്രഷൻ. ഇതും ജനറൽ എക്സ്പ്രഷൻ. I = ഡെൽറ്റ P. I = ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ P. ഇനി F കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? I = F ഇൻറ്റു ഡെൽറ്റ T എന്ന് ഉപയോഗിക്കാം. ക്ലിയർ ആണോ മക്കൾക്ക്? റെഡിയാണോ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് കടന്നാലോ? നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേ. അടുത്തതിലേക്ക് കടക്കാം. യെസ്, റൈറ്റ് ആവും. യെസ്, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇമ്പൾസ് ഒന്ന് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ഇമ്പൾസിന് ചോദ്യങ്ങൾ വരലുണ്ട് കേട്ടോ. യെസ്. സോ ഇനി അടുത്തത് നമുക്ക് തേർഡ് ലോയ്ക്ക് പോകുന്നതിന് മുന്നേ ഈ ഇമ്പൾസിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ വരുന്ന വേറൊരു പോർഷനാണ് ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ്. ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ്. നമ്മൾ ഫോഴ്സിനെ Y ആക്സിസിലും ടൈമിനെ X ആക്സിസിലും വരച്ചാൽ ഒന്ന് പ്ലോട്ട് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കുകയാണ് ഫോഴ്സ് ടൈം ഗ്രാഫ്. അപ്പോൾ എങ്ങനെ ആയിക്കോട്ടെ, കോൺസ്റ്റന്റ് ഫോഴ്സ് ആയാലും വേരിയബിൾ ഫോഴ്സ് ആയാലും നമുക്ക് ജനറൽ ആയിട്ട് ഒരു വേരിയബിൾ ഫോഴ്സ് എടുക്കാം.
ഇങ്ങനെ ഒരു വേരിയബിൾ ഫോഴ്സ്. അപ്പോൾ ഈ ഒരു വേരിയബിൾ ഫോഴ്സിൻ്റെ ജസ്റ്റ് നമുക്ക് ഈ ഒരു കർവിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ അണ്ടർ ദി കർവ്, കർവിന് താഴെയുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ ഹാഫ് ബി എച്ച് അപ്ലൈ ആയിരുന്നു, റെക്റ്റാങ്കിൾ ആയിരുന്നെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അപ്ലൈ ആയിരുന്നു, സ്ക്വയർ ആയിരുന്നെങ്കിൽ എൽ സ്ക്വയർ അപ്ലൈ ആയിരുന്നു. ഇവിടെ അത് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് വേറെ വഴിയുണ്ടല്ലോ, എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ മക്കളെ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും അല്ലേ? അപ്പോൾ ഏരിയ ഈക്വൽ ടു നമുക്ക് എന്താ വരിക? ഇൻ്റഗ്രൽ, ഇത് T1 ആണ്, ഇത് T2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ T1 to T2 FDT എന്ന് എഴുതാം. കറക്റ്റ് ആണോ അല്ലയോ? ആണ്. ഈ ഏരിയ ആണ് ആരടാ? ഇവൻ ആരാടാ? അപ്പോൾ ഇൻ്റഗ്രൽ T1 to T2 FDT ആരാടാ? ഇമ്പൾസ് അല്ലേ? അപ്പോൾ ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് ഗീവ് ഇമ്പൾസ്. ഇതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ്. ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. അപ്പോൾ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് സിമെട്രിക് ആയിട്ടുള്ള ഷേപ്സ് ആയിരിക്കും, ജോമെട്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ ഏതാണെന്ന് വെച്ച് നമുക്ക് ഏരിയ എടുത്താൽ അതിന് അവിടുത്തെ എന്ത് കിട്ടും? ആ ഇൻ്റർവെല്ലിലുള്ള ഇമ്പൾസ്, ആക്ട് ചെയ്ത ഇമ്പൾസ് കിട്ടും. ഓക്കെ ആണോ? ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞു വെക്കണം. റെഡിയാണോ? നമുക്ക് അടുത്തേക്ക് പോവാം. തേർഡ് ലോയിലേക്ക് പോവാം. യെസ്, തേർഡ് ലോ ഓഫ് മോഷൻ. തേർഡ് ലോ ഓഫ് മോഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലോ ആണ് തേർഡ് ലോ ഓഫ് മോഷൻ. എന്താ മക്കളെ തേർഡ് ലോ ഓഫ് മോഷൻ? എന്താ തേർഡ് ലോ ഓഫ് മോഷൻ? ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൺ അങ്ങനെ പറഞ്ഞു വെച്ചു അല്ലേ? പക്ഷെ നമ്മുടെ മെയിൻ കൺസെപ്റ്റ് ഫുള്ളും വരുന്ന ലോ ആണ് എന്ത്? തേർഡ് ലോ ഓഫ് മോഷൻ. അതായത് ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? റിയാക്ഷൻ ഉണ്ട്. ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ ഉണ്ട്. ഇതിന് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു ക്ലീഷേ എക്സാമ്പിളാണ് ഒരാളെ ഞാൻ അങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കുന്നുള്ളത്. അതൊരു എക്സാമ്പിളേ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ എക്സാമ്പിൾ ആവാം? ആക്ഷനും റിയാക്ഷനും ഒപ്പം നടക്കണം. ആക്ഷനും റിയാക്ഷനും ഒപ്പം നടക്കണം. ഒരാളെ അങ്ങോട്ട് അടിച്ച് മറ്റൊരാൾ അത് കഴിഞ്ഞൊന്ന് ആലോചിക്കില്ലേ, ഞാൻ അടിക്കണോ തിരിച്ചടിക്കണോ, അടിച്ചാൽ എനിക്ക് അതിനേക്കാളും ഫോഴ്സിൽ കിട്ടുമോ, ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ടല്ലേ കൊടുക്കുള്ളൂ. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒന്നും ഉണ്ടാവില്ല. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഒക്കർ അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ്. അതായത് സെയിം ടൈമിലാണ് ഈ ആക്ഷനും റിയാക്ഷനും ഉണ്ടാവുന്നത്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഒക്കർ അറ്റ് സെയിം ഇൻസ്റ്റന്റ് ഓഫ് ടൈം. സെയിം ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലാണ് എന്തുണ്ടാവുന്നത്? ആക്ഷനും റിയാക്ഷനും ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ആക്ഷൻ റിയാക്ഷൻ പെയർ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളത്? ആക്ഷനും റിയാക്ഷനും ഓൾവേസ് ഒക്കർ ഇൻ പെയേഴ്സ്. അവരെങ്ങനെയാണ് കാണുന്നത്? ജോഡികളായിട്ടാണ് അവർ കാണുന്നത് അല്ലേ? ദേ ഓൾവേസ് ഒക്കർ ഇൻ പെയേഴ്സ്. ജോഡികളായിട്ടാണ് അവർ കാണുക. ആക്ഷനും റിയാക്ഷനും പെയർ ആയിട്ടാണ് കാണുക. ദേ ഓൾവേസ് ഒക്വർ ഇൻ പെയേഴ്സ് ആൻഡ് ദേ ആക്ട് അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് ഓഫ് ടൈം. പിന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ടല്ലോ, ആക്ഷൻ റിയാക്ഷന്റെ വേറൊരു പ്രോപ്പർട്ടി എന്താന്ന് പറയാൻ പറ്റുമോ? ആക്ഷൻ റിയാക്ഷന്റെ അടുത്തൊരു പ്രോപ്പർട്ടി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആക്ഷൻ റിയാക്ഷനും എങ്ങനെ നടക്കുന്നത്? ഡിഫറെൻറ്റ് ബോഡീസിലല്ലേ നടക്കുന്നത്? ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. രണ്ട് ബോഡിയിൽ നടക്കുന്ന പരിപാടിയാണ് ആക്ഷനും റിയാക്ഷനും. അപ്പം നമുക്ക് അവരെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് ഇഫ് ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ് ഹെൻസ് ദേ വോണ്ട് ക്യാൻസൽ ഈച്ച് അതർ. ആക്ഷനും റിയാക്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഓൾവേസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. അതിൽ ഈ ആക്ഷനും റിയാക്ഷനും എന്താ മക്കളെ? പെയർ ഓഫ് ഫോഴ്സസ് ആണ്. അവരെങ്ങനെ ആക്ട് ചെയ്യുന്നത്? പെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ആക്ഷനും റിയാക്ഷനും എങ്ങനെ ഉണ്ടാവണം? ദേ ഒക്കർ അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് ഓഫ് ടൈം. സമയം കറക്റ്റ് സെയിം ഇൻസ്റ്റന്റിലായിരിക്കണം രണ്ടുപേരും ഉണ്ടാവേണ്ടത്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ വോണ്ട് ക്യാൻസൽ ഈച്ച് അതർ. കാരണം എന്താ? അവരെന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യാത്തത്? ക്യാൻസൽ ചെയ്യാത്തതിന് കാരണം എന്തായിരിക്കും? ബിക്കോസ് ദേ ആക്ട് അറ്റ് ഡിഫറെൻറ്റ് ബോഡീസ്. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. യെസ്. സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നിങ്ങൾക്ക് അറിയും മക്കളെ. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലടാ? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ? If the net external force is 0, net external force 0 ആണെങ്കിൽ then dp by dt equal to നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. dp by dt എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. മക്കളെ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 0 ആവുക? ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആകുമ്പോഴല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? p is constant. ഈ p ആരാ? p ആരാണ്? ലീനിയർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താ പറയുന്നത്? ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഇസ് 0, then the linear momentum of the system is constant. I repeat, linear momentum of the system.
മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലീനിയർ മൊമെൻ്റ് ഉണ്ട്, ആംഗുലർ മൊമെൻ്റ് ഉണ്ട്. റൊട്ടേഷനിൽ ആംഗുലർ മൊമെൻ്റ് പഠിക്കണ്ടേ? ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ലീനിയർ മൊമെൻ്റ് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0 then the linear momentum of the system remains conserved അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ ആണോ? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കണം, അപ്പോൾ ലീനിയർ മൊമെൻ്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തേക്ക് പോവാം അല്ലേ? പോവല്ലേ? ഒരു തംസപ്പ് ഇട്ടേ നോക്കട്ടെ. യെസ് യെസ്. യെസ്, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. യെസ് യെസ് ദേവിക, സിദ്ധാർത്ഥ്, യെസ്. സോ നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റത്തിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. അതിൽ 2 അപ്ലിക്കേഷൻസിൽ ഒന്ന് നിങ്ങൾക്ക് വൃത്തിയായിട്ട് തന്നെ അറിയും. ഏതാണ്? റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ കേട്ടിട്ടുള്ളതല്ലേ? എന്താ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരു ഗൺ, ആ ഗണ്ണിൻ്റെ മാസ് നമുക്ക് mg ആയിട്ട് എടുക്കാം. ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് വരുന്നുണ്ട്, ബുള്ളറ്റിൻ്റെ മാസ് നമുക്ക് mb ആയിട്ട് എടുക്കാം. ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി vb. മക്കളെ, ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റിന് ഒരു പേരിട്ട് വിളിക്കുമല്ലോ. എന്താ പേര്? മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. എന്താ വിളിക്കുക? മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണല്ലോ. കാരണം എന്താണ്? ഇതിലേക്ക് വേറെ ഒരു ഫോഴ്സും വരുന്നില്ല. ഈ ബുള്ളറ്റും ഈ ഗൺ സിസ്റ്റം നമ്മൾ ടോട്ടൽ എടുത്താൽ ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈ 0. അങ്ങനെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കണം? അല്ലെങ്കിൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കണം? കൺസേർവ്ഡ് ആയിരിക്കണം. ആണോ അല്ലയോ? അപ്പോൾ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം കൺസേർവ്ഡ് ആണ് എന്ന് പറയുമ്പോൾ ഇവന്റെ മൊമെന്റം ഫ്രണ്ടിലോട്ടല്ലേ, അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ആർക്ക് ഉണ്ടാവണം? ഗണ്ണിന് ബാക്കിലോട്ട് ഒരു മൊമെന്റം ഉണ്ടാവണം. അപ്പോഴല്ലേ ടോട്ടൽ എടുക്കുമ്പോൾ 0 വരുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? mg ഇൻറ്റു വി ജി. പക്ഷെ പ്രോപ്പറായിട്ട് വെക്ടർ സൈൻ ഇടണം, അല്ലെങ്കിൽ പണിവാളും. mg ഇൻറ്റു വി ജി പ്ലസ് mb ഇൻറ്റു വി ബി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 0 എന്ന് എഴുതാം. mg ഇൻറ്റു വി ജി പ്ലസ് mb ഇൻറ്റു വി ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ mg ഇൻറ്റു വി ജി ഈക്വൽ ടു എന്ത് വരും മക്കളെ? മൈനസ് mb ഇൻറ്റു വി ബി എന്ന് വരും. ദെൻ വാട്ട് ഈസ് വി ജി? വി ജി ഈക്വൽ ടു മൈനസ് mb ഇൻറ്റു വി ബി ബൈ mg. This Vg is called recoil velocity of gun. This Vg is called എന്താ മക്കളെ? Vg-നെ വിളിക്കുക recoil velocity of gun. ഗണ്ണിൻ്റെ recoil velocity ആണ് Vg. Vgക്കുള്ള എക്സ്പ്രഷൻ എന്താ മക്കളെ? മൈനസ് mb ഇൻറ്റു വി ബി ബൈ mg എന്ന് എടുക്കാം. മൈനസ് mb ഇൻറ്റു വി ബി ബൈ mg എന്ന് എടുക്കാം. ഓക്കെ ആണോ? റീകോയിൽ വെലോസിറ്റി ഓക്കെ അല്ലേ? റീകോയിൽ വെലോസിറ്റി വലിയതായിട്ടൊന്നുമില്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. വി ബി എന്നുള്ളത് മസിൽ വെലോസിറ്റി ആണ്, ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ് ഈ മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി. ഈ നെഗറ്റീവ് സൈൻ എന്തിനായിരിക്കും മക്കളായിട്ടുള്ളത്? കാരണം ബുള്ളറ്റിൻ്റെ വെലോസിറ്റി ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഗണ്ണിൻ്റെ വെലോസിറ്റി എങ്ങോട്ടായിരിക്കണം? ബാക്കിലോട്ടായിരിക്കണം. എന്തിനാണ്? ഇൻ ഓർഡർ ടു മേക്ക് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ വരുന്നത്. ഓക്കെ അല്ലേ? നെഗറ്റീവ് സൈൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് ആലോചിച്ചിരുന്നാൽ മതി. ഇനി രണ്ടാമത്തെ തിയറിയാണ് നിങ്ങൾ അത്ര കേൾക്കാൻ സാധ്യതയില്ലാത്തത്, പക്ഷെ നമ്മൾ ബ്രില്യൻ്റെ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറഞ്ഞു പോകുന്ന തിയറിയാണ്, വിച്ച് ഇസ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. എന്താ മക്കളെ റോക്കറ്റ് പ്രൊപ്പൽഷൻ? റോക്കറ്റ് മുകളിലോട്ട് പോകണമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുക താഴോട്ട് വരുന്നത് കണ്ടിട്ടില്ലേ? എന്താ ഈ പുക താഴോട്ട് വരുന്നത്? ഡെക്കറേഷൻ ആണോ? നമ്മൾ അപ്പോഴേ പറഞ്ഞേ ഉള്ളൂ. ഡെക്കറേഷൻ ആണോ ആ പുക താഴോട്ട് വരുന്നത്? അല്ലല്ലേ. എന്തിനാണ് ആ പുക താഴോട്ട് വരുന്നത്? കാരണം ഈ റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ റോക്കറ്റിൻ്റെ ഫ്യൂവൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ബേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബേൺ ചെയ്യുന്ന ആ ഫ്യൂവലാണ് എന്ത് ചെയ്യുന്നത്? പുകയായിട്ട് എന്ത് ചെയ്യുന്നത്? താഴോട്ട് വരുന്നത്. ഇത് നമ്മുടെ റോക്കറ്റിൻ്റെ ബോഡി പാർട്ടാണെങ്കിൽ ഫ്യൂവൽ താഴോട്ട് ബേൺ ചെയ്യുന്നുണ്ട്. ഫ്യൂവല് താഴോട്ട് ബേൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ റോക്കറ്റിൻ്റെ മാസിനെ m0 എന്നായിട്ട് എടുക്കാം മക്കളെ. m0 എന്നുള്ളത് ഇനീഷ്യൽ മാസ് ഓഫ് ദ റോക്കറ്റ് ആണ്. ഇനീഷ്യൽ മാസ് ഓഫ് റോക്കറ്റ് ആണ്. റോക്കറ്റിൻ്റെ ഇനീഷ്യൽ മാസാണ് എന്ത്? m0. ഇനീഷ്യൽ മാസ് ഓഫ് റോക്കറ്റ്. എം എന്ന് പറഞ്ഞൊരു മാസം കൂടെ ഡിഫൈൻ ചെയ്യാം. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ റോക്കറ്റ്, mass of the rocket at any instant of time. Mass of the rocket at any instant of time. അപ്പോൾ വെരി ഗുഡ്. ഐ പേര് എനിക്കറിയില്ല.
ത്രസ്റ്റ് എന്നൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്. യെസ്. അപ്പോൾ M0 എന്നുള്ളത് ഇനീഷ്യൽ മാസ് ഓഫ് ദ റോക്കറ്റ് ആണ്. M എന്ന് പറയുന്നത് ഏതൊരു സമയത്തുള്ള റോക്കറ്റിൻ്റെ മാസാണ്. എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? കാരണം റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഈ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് വഴി റോക്കറ്റിൻ്റെ മാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സമയത്തും മാറുന്നുണ്ട്. അതുകൊണ്ടാണ് റോക്കറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വേരിയബിൾ മാസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. വേരിയബിൾ മാസ് സിസ്റ്റം. വേരിയബിൾ മാസ് സിസ്റ്റം എന്ന് റോക്കറ്റിനെ വിളിക്കാൻ കാരണം അതാണ്. മാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയും. നിങ്ങൾ റോക്കറ്റ് പ്രൊപ്പൽഷനിൽ മെയിനായിട്ട് ഒരു 3 കാര്യങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. റോക്കറ്റ് എന്തുകൊണ്ടാണ്, റോക്കറ്റ് എങ്ങനെയാണ് മുകളിലോട്ട് പോകുന്നത് എന്നുള്ളത്. അതിന് കാരണം റോക്കറ്റ് താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഫ്യൂവലിന് ഇങ്ങനെ അടിക്കുമ്പോൾ അതൊരു ആക്ഷൻ അല്ലേ. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞത്. അപ്പോൾ ഈ റോക്കറ്റ് താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലോട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ആ മുകളിലോട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ അവൻ പറഞ്ഞത് എന്ത്? ത്രസ്റ്റ്, വിച്ച് ഇസ് നോൺ ആസ് ത്രസ്റ്റ് ഫോഴ്സ്. ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ ത്രസ്റ്റിൻ്റെ വേറെ വാക്കാണ് അപ്വേർഡ് ഫോഴ്സ്. അപ്പോൾ ത്രസ്റ്റ് ഫോഴ്സ് മുകളിലേക്കുള്ളതുകൊണ്ടാണ് റോക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. പിന്നെ എന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് ഓൺ ദ റോക്കറ്റ്. റോക്കറ്റിൻ്റെ നെറ്റ് ഫോഴ്സ് ഗ്രാവിറ്റി ഉള്ളപ്പോഴും ഗ്രാവിറ്റി ഇല്ലാത്തപ്പോഴും എന്താണെന്ന് പഠിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ റോക്കറ്റിൽ പഠിച്ചാൽ മതി. ഈ 3 കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ എന്താണ് ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് എഴുതാം. ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ Ft ഈക്വൽ ടു VR ഇൻറ്റു dm/dt. ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ മക്കളെ? ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലോട്ടല്ലേ? Ft. ത്രസ്റ്റ് ഫോഴ്സിനെയാണ് മിസ് Ft എന്നുള്ള സിമ്പിൾ ഇട്ടത് കേട്ടോ. Ft ഈക്വൽ ടു VR ഇൻറ്റു dm/dt. ഓരോരോ ടേംസ് നമുക്ക് പരിചയപ്പെടാം. VR എന്ന് പറഞ്ഞാൽ എക്സ്ഹോസ്റ്റ് സ്പീഡ്, അതായത് ഫ്യൂവൽ താഴോട്ട് ബേൺ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ സ്പീഡാണ് VR. VR എന്ന് പറഞ്ഞാൽ എക്സ്ഹോസ്റ്റ് സ്പീഡ്. പിന്നെ dm/dt എന്തായിരിക്കും മക്കളെ? dm/dt എന്തായിരിക്കും? dm/dt ആലോചിച്ച് നോക്കിയാൽ dm/dt. d/dt എടുക്കാന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച്. dv/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. dx/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? അപ്പോൾ dm/dt എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് അല്ലേ? ആരുടെ മാസം അവിടെ മാറുന്നത്? ഫ്യൂവലിൻ്റെ മാസ് അല്ലേ? അതുകൊണ്ട് dm/dt വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ഫ്യൂവൽ കൺസപ്ഷൻ. എന്താ വിളിക്കുക? റേറ്റ് ഓഫ് ഫ്യൂവൽ കൺസപ്ഷൻ. dm/dt ഈസ് നോൺ ആസ് റേറ്റ് ഓഫ് ഫ്യൂവൽ കൺസപ്ഷൻ. എത്രത്തോളം ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്? റേറ്റ് ഓഫ് ഫ്യൂവൽ കൺസപ്ഷൻ. dm/dt. അങ്ങനെയാണെങ്കിൽ ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്ഹോസ്റ്റ് സ്പീഡ് ഇൻറ്റു റേറ്റ് ഓഫ് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് എഴുതാം. ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. Ft ഈക്വൽ ടു VR ഇൻറ്റു dm/dt. ഇനി വേറൊരു പരിപാടിയും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ് ഓൺ ദ റോക്കറ്റ്? റോക്കറ്റിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് കമൻറ്റ് ബോക്സിൽ? നെറ്റ് ഫോഴ്സ് ഓൺ ദ റോക്കറ്റ്. റോക്കറ്റിൽ എത്ര നെറ്റ് ഫോഴ്സ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഒരു ടൈമിലെടുത്താൽ വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ് ഓൺ ദ റോക്കറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ആരെങ്കിലും ഒരാൾ പറയൂ. നെറ്റ് ഫോഴ്സ് അറിയുമോ നിങ്ങൾക്ക്? റോക്കറ്റിൻ്റെ നെറ്റ് ഫോഴ്സ് mg മൈനസ് ത്രസ്റ്റ് എന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? എനിവൺ? ത്രസ്റ്റ് ഈസ് നോട്ട് ത്രസ്റ്റബിൾ. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? യെസ്, നമുക്ക് സിദ്ധാർത്ഥ് പറഞ്ഞതിലോട്ട് ഇവിടെ നോക്കിക്കേ, mg മൈനസ് ത്രസ്റ്റ് എന്നാണ് നമ്മളെ സിദ്ധാർത്ഥ് പറഞ്ഞത്. പക്ഷെ എന്താ പ്രശ്നം? റോക്കറ്റിൻ്റെ ഫിഗർ നമുക്കൊന്നുകൂടെ വരയ്ക്കാം, അപ്പോൾ മനസ്സിലാവും. റോക്കറ്റിൻ്റെ ആ ടൈമിലുള്ള മാസാണ് M. അപ്പോൾ താഴോട്ട് സിദ്ധാർത്ഥ് പറഞ്ഞ മാതിരി mg ഉണ്ട്, കറക്റ്റ്. ത്രസ്റ്റ് ഫോഴ്സ് മുകളിലിട്ടുണ്ട്. എൻ്റെ ചോദ്യം, റോക്കറ്റ് താഴോട്ടാണോ വരുന്നത് മുകളിലോട്ടാണോ പോണ്? റോക്കറ്റ് മുകളിലേക്കല്ലടാ പോണ്. അപ്പോൾ മുകളിലേക്കാണ് റോക്കറ്റിൻ്റെ ആക്സിലറേഷൻ. അപ്പോൾ റോക്കറ്റ് മുകളിലേക്കാണ് പോകണമെങ്കിൽ മുകളിലോട്ടുള്ള ഫോഴ്സ് ആണോ വലുത്, താഴോട്ടുള്ള ഫോഴ്സ് ആണോ വലുത്? ഏത് ഫോഴ്സാണ് വലുത്? Ft അല്ലടാ വലുത്, മുകളിലോട്ടുള്ള ഫോഴ്സ് അല്ലടാ വലുത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു Ft മൈനസ് mg എന്ന് എഴുതാം. നെറ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma ആണ്. അപ്പോൾ ma ഈക്വൽ ടു Ft മൈനസ് mg എന്ന് വരും. സിദ്ധാർത്ഥ് ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ma ഈക്വൽ ടു Ft മൈനസ് mg. നിങ്ങളിങ്ങനെ പഠിച്ചാലും മതി. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു Ft മൈനസ് mg. ഓക്കെ അല്ലേ? യെസ്, ലേശം തിരിഞ്ഞു പോയി, കുഴപ്പമില്ലടാ. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. കുഴപ്പമില്ലല്ലോ നമുക്ക്.
യെസ്. അപ്പോൾ എഫ് ടി മൈനസ് എം ജി എന്ന് വരും. പിന്നെ ഗ്രാവിറ്റി നെഗ്ലക്ട് ചെയ്യുന്ന കേസും കൂടെ ഒന്ന് പഠിച്ചു വെക്കണേ. ഗ്രാവിറ്റി ഇപ്പം നെഗ്ലക്ട് ചെയ്യാന്ന് പറയുകയാണ് ക്വസ്റ്റ്യനിൽ. ഇഫ് ഗ്രാവിറ്റി ഈസ് നെഗ്ലക്റ്റഡ്, അല്ലെങ്കിൽ ഗ്രാവിറ്റി ഫ്രീ സ്പേസിലൊക്കെ എത്തി നമ്മുടെ റോക്കറ്റെങ്കിൽ ഈ ജി 0 ആയില്ലടാ. ജി 0 ആയിക്കഴിഞ്ഞാൽ ദെൻ നെറ്റ് ഫോഴ്സ് എം എ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ടി എന്ന് എഴുതാം. നിങ്ങൾ ഇങ്ങനെ എഴുതാം. ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകൾ. ഈ എം എ എന്നുള്ളത് എന്താണ്? മാസ് ഓഫ് ദ റോക്കറ്റ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈമാണ്. അതായത് ഏതൊരു സമയത്തുള്ള മാസാണ്. അല്ലാണ്ട് ഇനീഷ്യൽ മാസ് ഇട്ടിട്ട് കണക്ക് ചെയ്താൽ പണി പാളും. ഇനീഷ്യൽ മാസ് ഇടരുത്. M0 ആണ് ഇനീഷ്യൽ മാസ്. അപ്പോൾ നിങ്ങളടുത്തുള്ള ക്വസ്റ്റ്യൻ ഇനീഷ്യൽ ആക്സിലറേഷൻ ആണ് ചോദ്യമെങ്കിൽ ഇവിടെ നമുക്ക് ഇനീഷ്യൽ മാസ് ഇടാം. ഇവിടെയും നമുക്ക് ഇനീഷ്യൽ മാസ് ഇടാം, കുഴപ്പമില്ല. അല്ലാതെ എല്ലാ സ്ഥലത്തും അതായത് കുറേ സമയം കഴിയുമ്പോൾ ഒരിക്കലും മാസ് മാറുകയല്ലേ റോക്കറ്റിൻ്റെ. അപ്പോൾ ഇനീഷ്യൽ മാസിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ആ ടൈമിൽ മാസ് എത്രയാണോ അത് വേണം ഇവിടെ ഇടാൻ. ഓക്കെ ആണോ? അപ്പോൾ 3 ഇക്വേഷൻസ് ആണ് മിസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ ഇക്വേഷൻസ്? റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, സെറ്റാണ്. ഈ 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വിച്ച് ഇസ് എഫ് ടി ഈക്വൽ ടു വി ആർ ഇൻറ്റു ഡി എം ബൈ ഡി ടി. വി ആർ എന്ന് പറയുന്നത് എക്സോസ്റ്റിൻ്റെ സ്പീഡാണ്. ഡി എം ബൈ ഡി ടി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്യൂവൽ കൺസപ്ഷൻ ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഓൺ ദ റോക്കറ്റ് ആണ്, വിച്ച് ഇസ് എഫ് ടി മൈനസ് എം ജി. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റി. അത് ആ കേസ് തന്നെയാണ്. ഗ്രാവിറ്റി നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ടി ഈക്വൽ ടു എങ്ങനെ എഴുതാം? എം എ എന്ന് എഴുതാം. നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എഫ് ടി എന്ന് എഴുതാം, എം ജി ഇല്ലെങ്കിൽ. ഇത്രയും ഓക്കെ അല്ലേ? അടുത്തേക്ക് പോവാം. സോ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ അപ്ലിക്കേഷൻസ്. റെഡി അല്ലടാ? അടുത്തേക്ക് പോവല്ലേ? യെസ്. സോ നെക്സ്റ്റ് തേർഡ് ലോ ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞു. അടുത്തതാണ് നമ്മുടെ താരം ഈ ചാപ്റ്ററിൻ്റെ മെയിൻ കോർ കണ്ടന്റ് വിച്ച് ഇസ് ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ ഇഷ്ടമാണോടാ? വരയ്ക്കണവരുണ്ടോ? ഇതിൽ നല്ല കലാകാരന്മാരൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വൃത്തിയായിട്ട് അറിഞ്ഞാൽ ചാപ്റ്റർ രക്ഷപ്പെട്ടു, ഇതിൻ്റെ പിന്നിലേക്കുള്ള കുറച്ച് ചാപ്റ്ററുകളും രക്ഷപ്പെട്ടു. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വൃത്തിയായിട്ട് തന്നെ വരയ്ക്കാൻ പഠിക്കണം മക്കളെ. ഇവിടെ ശ്രദ്ധിക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം എന്താണ്? നമുക്ക് ആദ്യം ചെറിയൊരു പരിപാടിയും തുടങ്ങാം. ഇതൊരു സർഫസ്, സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് ആണ്. ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ മിസ് എം മാസുള്ള ഒരു ബ്ലോക്കിനെ വെച്ചിട്ടുണ്ട്. ഈ എം മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയഗ്രാം ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിൻ്റെയും കൂടിയുള്ള ആ റെപ്രസെൻറ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഇറ്റ് ഈസ് എ ഡയഗ്രാം ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി. യെസ്. സോ ഈ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക? മറന്നുപോയവരെ കൂടെ ശ്രദ്ധിക്കുക, സുഖമായിട്ട് എടുക്കാം, നമുക്ക് ഓർത്തെടുക്കാം. ഈ എം മാസിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ മക്കളെ ഇവന്റെ വെയിറ്റ് ഇല്ലടാ, എം ജി. അതാണ് ആദ്യം കാണിക്കേണ്ടത്. എം ജി ആക്ട് ചെയ്യുന്നത് ആ ബോഡിയിലാണ്. സർഫസിലാണ് നമുക്കൊരു തോന്നലുണ്ടാവും. ശരിക്കും എം ജി ആക്ട് ചെയ്യുന്ന ബോഡിയിലാണ്. അതാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. എപ്പോഴും വേറെ മറന്നാൽ എം ജി മറക്കരുത്. എം ജിയിൽ ആദ്യം കാണിക്കണം. അത് കഴിഞ്ഞിട്ട് മക്കൾ മിസ് അപ്പോൾ ഈ ഒരു പേന ഈ ഒരു സർഫസിൽ ഈ ഒരു ടേബിളിലോ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ ആ പേന ആ സർഫസിനെ താഴോട്ടൊന്ന് പുഷ് ചെയ്യും. അപ്പം തന്നെ ഈ സർഫസ് പേനന് എന്ത് ചെയ്യും? മുകളിലോട്ടൊന്ന് പുഷ് ചെയ്യും. അപ്പോൾ പേനയ്ക്ക് വരുന്ന ഫോഴ്സാണ് പേനൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കാണിക്കേണ്ടത്. പേന കൊടുക്കുന്നത് കാണിക്കേണ്ട. അതായത് ഈ പേന താഴോട്ട് കൊടുക്കുന്നതാണ് സർഫസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കാണിക്കേണ്ടത്. സർഫസ് പേനയ്ക്ക് കൊടുക്കണതുണ്ടല്ലോ, മുകളിലേക്ക് കൊടുക്കുന്നത്, അതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പേനൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കാണിക്കേണ്ടത്. ഇപ്പം നമ്മളിത് പേനയാണല്ലോ, പേനയുടെ ഫ്രീ ബോഡി ഡയഗ്രല്ലേ നമ്മൾ വരയ്ക്കുന്നത്, സർഫസിൻ്റെ അല്ലല്ലോ. അപ്പം സർഫസ് പേനയ്ക്ക് കൊടുക്കുന്ന ഫോഴ്സ് അല്ലേ നമ്മൾ കാണിക്കേണ്ടത്. അതായത് ആ ഫോഴ്സ് മുകളിലേക്കാണ്. ഈ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ. എന്താ നമ്മൾ വിളിക്കുക? നോർമൽ റിയാക്ഷൻ. എന്തുകൊണ്ടായിരിക്കും അതിനെ നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്? നോർമൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ. എന്തിനായിരിക്കും നോർമൽ എന്ന് വിളിക്കുന്നവരെ? നോർമൽ പെർപെൻഡിക്കുലർ എന്തിനായിരിക്കും? ബിക്കോസ് ദിസ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഇൻ കോണ്ടാക്ട് ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നോർമൽ റിയാക്ഷൻ ഒരു ആക്ഷൻ റിയാക്ഷൻ പേരാണ്. നിങ്ങൾ സർഫസിൻ്റെ ഇത് സർഫസാണ്, സർഫസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ പേന സർഫസിനെ താഴോട്ടൊന്ന് പുഷ് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ കാണിക്കണം. സി, സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ താഴോട്ടും പേനയിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ എങ്ങോട്ടാ? മുകളിലോട്ടുമാണ്. സി, ദിസ് ഈസ് ആക്ഷൻ ആണെങ്കിൽ ഇതെന്താണ്? റിയാക്ഷൻ ആണ്. അവർ പെയേഴ്സ് ആണ്, സെയിം ടൈമിലാണ് ഉണ്ടായത്, ഡിഫറെൻറ്റ് ബോഡീസിലാണ് ഉണ്ടായത്. ഓക്കെ ആണോ? ഈ ഒരു പോയിന്റ് വൃത്തിയായിട്ട് മനസ്സിലായാലേ നമുക്ക് ബാക്കിയുള്ള ഫ്രീ ബോഡി ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അല്ലേ നിങ്ങൾക്കൊന്ന് പറഞ്ഞേ? യെസ്, ഐ ആം ടപ്പ് ആക്സ് നോർമൽ ടു ദ സർഫസ്. വെരി ഗുഡ്. ഇതൊക്കെയാണോ? ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ ഫ്രീ ബോഡി ഡയഗ്രാം, എന്നാലേ നമുക്ക് നെക്സ്റ്റ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. പെർപെൻഡിക്കുലർ എന്നാണ് രോഹിത് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. യെസ്.
അല്ല, മിസ് മലപ്പുറത്ത് നിന്നല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറ ആദ്യം. യെസ് യെസ്. അപ്പം നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്കിനി ഓരോന്നും അതിൻ്റെ മേലേക്ക് ബിൽഡ് ചെയ്യാം. ബ്ലോക്ക് ഓൺ ബ്ലോക്ക് പ്രോബ്ലംസ്. ബ്ലോക്ക് ഓൺ ബ്ലോക്ക് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ പേരെന്തോ വലുതാണ്, സംഭവം സിമ്പിളാണ്. എന്താ പരിപാടി? ഒരു ബ്ലോക്കിൻ്റെ മണ്ടയ്ക്ക് വേറെ ബ്ലോക്ക് വയ്ക്കുന്നു, അതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു ബ്ലോക്ക് വയ്ക്കുന്നു. അങ്ങനെ ബിൽഡ് ചെയ്ത ബ്ലോക്കുകൾ വെച്ചാൽ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം, അതിൻ്റെ നോർമൽ റിയാക്ഷൻ്റെ ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം 2 ബ്ലോക്കിൽ നിന്ന് തുടങ്ങാം. ഒരു ബ്ലോക്ക്, ആ ബ്ലോക്കിൻ്റെ മാസ് M1, വേറൊരു ബ്ലോക്ക്, ആ ബ്ലോക്കിൻ്റെ മാസ് M2. സർഫസ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസാണ്, റഫൊന്നുമല്ല. റഫ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ ടഫ് ആകും. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയാൻ പോകുന്നത്. യെസ്. അപ്പോൾ ഇത് M1, ഇത് M2, 2 ബ്ലോക്കുകൾ, M1ഉം M2. ഇതിൻ്റെ ഫ്രീ ബോർഡ് ഡയഗ്രാം വരച്ച് നോക്കാം. M1ൻ്റെ ഫ്രീ ബോർഡ് ഡയഗ്രാം. M1നെയും M2നെയും ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ M1, ഇതാണ് നമ്മളെ M2. മക്കളെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എപ്പോഴും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം ഫ്രീ ബോർഡ് ഡയഗ്രാം. എനിക്ക് കുറച്ചുകൂടി സുഖമായിട്ട് തോന്നുന്നത്, ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പവും ഫ്രീ എൻഡിൽ നിന്ന് തുടങ്ങണതാണ് നല്ലത്. ഫ്രീ എൻഡിൽ നിന്ന് ഫ്രീ ബോർഡ് ഡയഗ്രാം വരച്ച് തുടങ്ങും. അതായത് M2ൻ്റെ ഫ്രീ എൻഡ് എന്ന് പറഞ്ഞാൽ സർഫസ് ഇല്ലാത്ത ഈ സൈഡിൽ ഫ്രീ എൻഡ്. അപ്പോൾ ഇവിടെ M2ൻ്റെ തുടങ്ങിയിട്ട് ബാക്കി M1, അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് M2ൻ്റെ ഫ്രീ ബോർഡ് ഡയഗ്രാം ആദ്യം വരയ്ക്കുക, പിന്നെ M1ൻ്റെ വരയ്ക്കുക. യെസ്. അപ്പോൾ M2ൻ്റെ ഫ്രീ ബോർഡ് ഡയഗ്രത്തിൽ M2ൻ്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യണത്? താഴോട്ട്, വിച്ച് ഈസ് M2G എന്ന് എഴുതാം. മക്കളെ M2നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്ന അപ്പം തന്നെ M1 M2നെ എന്ത് ചെയ്യും മക്കളെ? മുകളിലോട്ടൊന്ന് പുഷ് ചെയ്യും. അതിനെ വെച്ച് N2 എന്നെടുത്തു. നമ്മൾ അപ്ലൈ പറഞ്ഞതാണ്, നോർമൽ റിയാക്ഷൻ ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ്. M2ൽ ആക്ട് ചെയ്യുന്ന N2 മുകളിലോട്ടാണെങ്കിൽ M1ൽ ആക്ട് ചെയ്യുന്ന N2 എങ്ങോട്ടായിരിക്കും? താഴോട്ടല്ലടാ, താഴോട്ട്. N2 ആദ്യം അത് കൊടുക്കുക. ആക്ഷൻ റിയാക്ഷൻ വേറെ ആദ്യം കൊടുത്തു. ഇനി ഇവൻ്റെ വെയിറ്റ്, മിസ് അപ്പോഴേ പറഞ്ഞു വെയിറ്റ് കൊടുക്കണം ആദ്യം, പിന്നെ M1G. ഇനി ഇത് കൂടാണ്ട് ഒരു ഫോഴ്സും കൂടെ ഉണ്ട്. ആരാണ്? ഈ M1നെ എടുത്ത് നമ്മൾ ഈ സർഫസിൽ വെക്കുമ്പോൾ ഈ സർഫസ് ഇവനെ മുകളിലോട്ടൊന്ന് പുഷ് ചെയ്യുന്നില്ലടാ. ഈ സർഫസ് ഒന്ന് ഇവനെ മുകളിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് N1. അതായത് M1ൽ 3 ഫോഴ്സും M2ൽ എത്ര ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്? 2 ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? M2ൻ്റെ ഫ്രീ ബോർഡ് ഡയഗ്രത്തിൽ M2 വെയിറ്റ് താഴോട്ടും, നോർമൽ റിയാക്ഷൻ അതായത് M2നെ നമ്മൾ അവിടെ വെച്ചാൽ M1 M2നെ മുകളിലോട്ടൊന്ന് പുഷ് ചെയ്യും. അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ള വിച്ച് ഈസ് N2. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവൻ N2 താഴോട്ട്. പിന്നെ അത് കൂടാണ്ട് അവൻ്റെ വെയിറ്റും സർഫസ്, അതായത് ഈ സർഫസ് M1നെ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ടൊന്ന് പുഷ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് N1. ഓക്കെ അല്ലേ? ഈ ബോഡി ബ്ലോക്കുകൾ രണ്ടും റെസ്റ്റിലല്ലടാ ഇരിക്കുന്നത്. അങ്ങനെ റെസ്റ്റിലിരിക്കുവാണെങ്കിൽ ആ ബ്ലോക്കിലെ നെറ്റ് ഫോഴ്സ് 0 വരണ്ടേ? നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള ഫോഴ്സ് തന്നെയായിരിക്കണം മുകളിലോട്ട്. അപ്പോഴല്ലേ ഫോഴ്സ് ബാലൻസ്ഡ് ആവുള്ളൂ, നെറ്റ് ഫോഴ്സ് 0 വരുള്ളൂ. അപ്പോൾ ഇവിടെ പറ, താഴോട്ട് ആരാ ഉള്ളത്? M2G. മുകളിലോട്ട് ആരാ ഉള്ളത്? N2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? N2 = M2G എന്ന് എഴുതാം. ഇവിടെ എങ്ങനെ എഴുതാം? മുകളിലോട്ട് ആരാ ഉള്ളത്? N1. താഴോട്ട് ആരൊക്കെയാണ് ഉള്ളത്? M1Gയും ഉണ്ട്, പിന്നെ താഴോട്ട് ആരുണ്ട്? N2 ഉണ്ട്. അപ്പോൾ N1 = M1G പ്ലസ്, മക്കളെ N2 നമ്മളിവിടെ കണ്ടുപിടിച്ചടാ. അതിനെ മിസ് പറഞ്ഞു ഫ്രീ എൻ്റെ ആദ്യം ചെയ്തു തുടങ്ങ്, അതാണ് എളുപ്പം. അപ്പോൾ ഇവിടെ N2 = M2G ആയതുകൊണ്ട് നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, M2G. മക്കളെ ഇനി ഇത് വരച്ച് കണ്ടുപിടിക്കാനുള്ള സമയമൊന്നും നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പഠിക്കും. എങ്ങനെയാണ് പഠിക്കേണ്ടത് നോക്കടാ, നേരെ ഒന്ന് സൂക്ഷിച്ച് നോക്ക്. N2 = M2G എന്നല്ലേ വന്നത്. അതായത് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മേലേക്കുള്ള ആളുടെ വെയിറ്റ്, M2ൻ്റെ വെയിറ്റ്. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ 2 ആൾക്കാരുടെ വെയിറ്റ്. നോക്കിയാൽ N1 = M1G + M2G. അതായത് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ 2 ആൾക്കാരുടെ വെയിറ്റ്, ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വെയിറ്റ്. സെറ്റല്ലേ? അതല്ലേ എളുപ്പം പഠിക്കാൻ. ഇതിനി വരച്ച് കണ്ടുപിടിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ബ്രോ. നമുക്കൊക്കെ ഷോർട്ട് ട്രിക്കിൽ പഠിക്കണല്ലേ നല്ലേ? ഓക്കെ ആണോ? എന്നാൽ ഞാൻ ഒരു 3 എണ്ണത്തിൻ്റെ വരയ്ക്കാൻ പോവാണ്. നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. 3 എണ്ണത്തിൻ്റെ വരയ്ക്കാൻ പോകണം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളോ. 3 എണ്ണത്തിൻ്റെ വരയ്ക്കാൻ പോകണേ. 3 ബ്ലോക്ക്. ആദ്യം നമ്മുടെ സർഫസ്, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബ്ലോക്ക്, അതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു ബ്ലോക്ക്, അതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു ബ്ലോക്ക്. 3 ബ്ലോക്ക്. ഇത് M1, ഇത് M2, ഇത് M3. പോരട്ടെ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാ, ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ ഷടപടേന്ന് വരട്ടെ. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ മിസ് N2 എന്ന് എടുത്തു, ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ N3 എന്ന് എടുത്തു. പെട്ടത് ഐ വിൽ ഗിവ് 30 seconds ടു ആൻസർ ദിസ്. വാട്ട് ഈസ് N1? N1 എന്തായിരിക്കും? N2 എന്തായിരിക്കും? N3 എന്തായിരിക്കും? പോരട്ടെ? ആൻസർ പോരട്ടെ?
അതാണ് വന്നു, ആൻസർ വരുന്നുണ്ട്. കില്ലാടികൾ എന്നെ കേട്ടോ നിങ്ങൾ. യെസ് യെസ് യെസ്, ബാക്കിയുള്ളവർ യെസ് 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 പോരട്ടെ. യെസ്, ആൻസർ വന്നു അല്ലേ. അതായത് N1 എന്ന് പറയുന്നത് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മണ്ടയ്ക്കുള്ളതിന്റെ വെയിറ്റ് വിച്ച് ഈസ് M1 പ്ലസ് M2 പ്ലസ് M3 ഇൻറ്റു G എന്ന് എഴുതാം. കറക്റ്റ് ആണോ അല്ലയോ? ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ N2 എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇതിന്റെ മുകളിലേക്കുള്ളതിന്റെ വെയിറ്റ് വിച്ച് ഈസ് M2 പ്ലസ് M3 ഇൻറ്റു G. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ N3 എന്ന് പറയുന്നത് അതിന്റെ മണ്ടയ്ക്കുള്ളതിന്റെ വെയിറ്റ് വിച്ച് ഈസ് M3 ഇൻറ്റു G. റെഡി അല്ലടാ? സെറ്റ് അല്ലേ? അടുത്തയിലോട്ട് പോയാൽ നമുക്ക് ഇതാണ് ബ്ലോക്ക് ഓൺ ബ്ലോക്ക് പ്രോബ്ലത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എത്ര ഇതിന് മേലേക്ക് എത്രണ്ണം വെച്ചാലും ഇപ്പോൾ 10ാമത്തെ കോയിൻ്റെ 10 കോയിൻസ് വെച്ചിട്ടുണ്ട്. 9ാമത്തെ കോയിൻ്റെ മുകളിലുള്ള നോർമൽ റിയാക്ഷൻ ചോദിച്ചാൽ 9ാമത്തെ കോയിൻ്റെ മേളിൽ ആ സർഫസിലുള്ള നോർമൽ റിയാക്ഷൻ ചോദിച്ചാൽ 10ാമത്തെ കോയിൻ്റെ വെയിറ്റ് ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. അതിൻ്റെ മുകളിലേക്കുള്ളതിൻ്റെ വെയിറ്റ് ആയിരിക്കും എന്ത് അവിടുത്തെ ആ സർഫസിലെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമുക്കിനി വേറൊരു ടൈപ്പ് പ്രോബ്ലം കാണാം, വിച്ച് ഈസ് മോർ ദാൻ വൺ ബ്ലോക്ക് പ്രോബ്ലം. എന്ത് ഈ മോർ ദാൻ വൺ ബ്ലോക്ക് പ്രോബ്ലം? ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വേറൊരു ടീച്ചർ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ആ ടീച്ചറിനെ ഒന്ന് പുഷ് ചെയ്യില്ലേ, ആ ടീച്ചർ എന്നെ ഒന്ന് പുഷ് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് ഫോഴ്സ്. എന്താ വിളിക്കുക? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കും. ചിലപ്പോൾ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് എന്നും പറയല്ലോ കേട്ടോ. റിയാക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക്. നോക്കണം മക്കളെ, ഇതൊരു സർഫസ്. ഈ സർഫസിൽ 2 ബ്ലോക്കുകൾ, ഒരു ബ്ലോക്ക് 2 ബ്ലോക്ക്. ഇവൻ M1, ഇവൻ M2. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, കൊടുത്തോട്ടെ, ഇങ്ങനൊരു ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം എന്നും ചോദ്യമുണ്ട്. ദെൻ വാട്ട് ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ M1 ആൻഡ് M2. 2 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇതിൻ്റെ ഇടയിലുള്ള കോണ്ടാക്ട് ഫോഴ്സിന് നമുക്ക് R എന്നുള്ള ലെറ്റർ കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ അപ്പോഴേ N ആണല്ലോ, നോർമൽ റിയാക്ഷൻ ഏത് ലെറ്റർ ഉപയോഗിച്ച് N അല്ലേ ഉപയോഗിച്ച്. നമ്മുടെ കോണ്ടാക്ട് ഫോഴ്സിന് നമുക്ക് R എന്ന് കൊടുക്കാം. യെസ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് അങ്ങനെയൊക്കെ വിളിക്കുന്ന അവനെ കണ്ടുപിടിക്കണം. അതുകൂടാണ്ട് ഇവൻ്റെ ആക്സിലറേഷനും കണ്ടുപിടിക്കണം. ഈ 2 കാര്യങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കാം. ആദ്യം തന്നെ നമ്മൾ ഇവൻ്റെ എന്ത് ചെയ്യും? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ നിരത്തി അങ്ങോട്ട് വരയ്ക്കുക. M1നെയും M2നെയും. മിസ് എന്താ പറഞ്ഞത്? M1 M2, M1നെയും M2നെയും. മക്കളെ ഇതിലേക്ക് മിസ് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് F. ഇനി എന്തൊക്കെയാണുള്ളത്? ഇപ്പം നിങ്ങൾ പറയും ഇപ്പോൾ വെയിറ്റ് ഉണ്ട് മിസ്സേ, വെയിറ്റ് താഴോട്ടുണ്ടെന്ന് പറയും. ആ വെയിറ്റ് നോർമൽ റിയാക്ഷൻ ആയിട്ട് ബാലൻസ് ചെയ്തില്ലടാ. ബാലൻസ് ചെയ്ത സാധനങ്ങൾ കാണിക്കണോ? നമുക്ക് ഏത് ഡയറക്ഷനിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഡയറക്ഷനിലല്ലേ അവർ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ മാത്രം കൊടുത്താൽ പോരെ? യെസ്. അപ്പം ഞാൻ ഇവിടെ M1നെ ഇങ്ങോട്ടൊന്ന് ഈ ഒരു ഫോഴ്സ് വെച്ച് പുഷ് ചെയ്താൽ ഈ M2 M1നെ എന്ത് ചെയ്യും? ഇങ്ങോട്ടൊന്ന് പുഷ് ചെയ്യും, വിച്ച് ഈസ് R. കറക്റ്റ് ആണോ അല്ലയോ? അതായത് ഇങ്ങനെ തള്ളുമ്പോൾ M1 ഇവിടെയും M2 ഇവിടെയും ആണെങ്കിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് M1നെ തള്ളുമ്പോൾ M2 എന്ത് ചെയ്യും? ഇങ്ങോട്ടൊന്ന് പുഷ് ചെയ്യും. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ദാറ്റ് ഇസ് M1 എന്ത് ചെയ്യും? M2നെ അങ്ങോട്ടും ഒന്ന് പുഷ് ചെയ്യും. കറക്റ്റ് ആണോ അല്ലയോ? തിരിച്ചും പറയാം. ഞാനിങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ M1 എന്ത് ചെയ്യും? M2നെ അങ്ങോട്ടൊന്ന് പുഷ് ചെയ്യും. അതിൻ്റെ അർത്ഥം ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ M2 M1നെ ഇങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പം നമ്മുടെ ആക്ഷൻ റിയാക്ഷൻ പെയറിലേക്ക്, ആ തട്ടകത്തിലേക്ക് ഒരാളും കൂടെ കടന്നു വന്നിരിക്കുകയാണ്. ആരാണവൻ? കോണ്ടാക്ട് ഫോഴ്സ്. ആരാണവൻ? കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സ് ഇസ് ഓൾസോ ആൻ ആക്ഷൻ റിയാക്ഷൻ പെയർ. യെസ്. ഇനി മക്കളെ ഞാൻ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ സർഫസ് സ്മൂത്ത് ആണെങ്കിൽ എന്തായാലും ഇവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യണം വിത്ത് ആൻ ആക്സിലറേഷൻ. ആണോ അല്ലയോ? അതായത് M1ഉം അങ്ങോട്ട് മൂവ് ചെയ്യണം, M2ഉം അങ്ങോട്ട് മൂവ് ചെയ്യണം. കറക്റ്റ് ആണോ അല്ലയോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ എഴുതാം. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ് മക്കളെ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈക്വലാണ്. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് നോക്കിക്കേ, M1ലെ F അങ്ങോട്ടുണ്ട്, R ഇങ്ങോട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സ് എങ്ങനെ എഴുതാം? F മൈനസ് R എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു അവൻ്റെ മാസ് M1 ഇൻറ്റു അവൻ്റെ ആക്സിലറേഷൻ A. കറക്റ്റ് ആണോ അല്ലയോ? ഇനി ഇവൻ്റെ ഇക്വേഷൻ നോക്ക്. ഇവനിൽ ആകെ ആക്ട് ചെയ്യുന്ന ഒറ്റ ഫോഴ്സാണ്, വിച്ച് ഈസ് R. അപ്പോൾ R ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? M2 ഇൻറ്റു A എന്ന് എഴുതാം. R ഈക്വൽ ടു M2 ഇൻറ്റു A എന്ന് എഴുതാം. R ഈക്വൽ ടു M2 ഇൻറ്റു A എന്ന് എഴുതാം. മക്കളെ ഈ 2 ഇക്വേഷനും കൂടെ കൂട്ടി നോക്കും നിങ്ങൾ. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിക്കേ. ഇത് രണ്ടും കൂട്ടിയാൽ ഈ മൈനസ് ആറും പ്ലസ് ആറും ക്യാൻസൽ ആയില്ലടാം. ബാക്കി വരുന്നത് ഈ F അല്ലേ. അപ്പോൾ F ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? M1 പ്ലസ് M2 ഇൻറ്റു A എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ A ഈക്വൽ ടു F ബൈ M1 പ്ലസ് M2. F ബൈ M1 പ്ലസ് M2.
ഇനി നിങ്ങളുടെ അടുത്തുള്ള ചോദ്യം കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടല്ലോ അല്ലേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണോ എളുപ്പം, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണോ എളുപ്പം? അതായത് ഇക്വേഷൻ 1 സോൾവ് ചെയ്യുന്നതാണോ ഇക്വേഷൻ 2 സോൾവ് ചെയ്യുന്നതാണോ എളുപ്പം? നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇക്വേഷൻ 1 2 വേരിയബിൾസ് ഉണ്ട്, എന്നാൽ ഇക്വേഷൻ 2 ഒറ്റ വേരിയബിളേ ഉള്ളൂ. സോൾവ് ചെയ്യാൻ എളുപ്പമുള്ളത് ഇക്വേഷൻ 2 ആണ്. അതിൽ ആലോചിക്കാനൊന്നുമില്ല അല്ലേ, കാരണം ഒറ്റ വേരിയബിൾ അല്ലോ 6. ഇവിടെ ആകുമ്പോൾ എഫ് ഉണ്ട്, 6 ഉണ്ട്. എപ്പോഴും നമ്മൾ ഒറ്റ വേരിയബിൾ ഉള്ളത് സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം, അത് ചെയ്യാനാണ് എളുപ്പം. യെസ്, അപ്പോൾ ഇത് സോൾവ് ചെയ്യാം. ഇനി ഇതിനൊരു ഷോർട്ട് ട്രിക്ക് പിടിക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒറ്റയടിക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആർക്കെങ്കിലും അറിയോ? ഒറ്റയടിക്ക് ഇതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒറ്റയടിക്ക് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. നോക്കണേ, ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പോണത് ഈ ഒരു മെത്തേഡാണ്. ആ റിയാക്ഷൻ ഫോഴ്സ്, യെസ് രോഹിത്, R എന്ന് വെച്ചാലേ ക്യാപിറ്റൽ R റിയാക്ഷൻ ഫോഴ്സ്. മക്കളെ അതാണ് നമ്മൾ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ ആ Rനെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നോർമൽ ഈ റിയാക്ഷൻ ബിറ്റ്വീൻ ദി 2 masses M1 and M2 എന്നൊക്കെ വിളിക്കാം ഈ ക്യാപിറ്റൽ Rനെ കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് വേണം വിളിക്കാം. ഓക്കെ ആണോ? യെസ്. പിന്നെ R നമ്മളെ N, നോർമൽ റിയാക്ഷൻ N എന്നൊരു ലെറ്റർ കൊടുത്തല്ലോ, അതുകൊണ്ടാണ് ഇവനെ നമ്മൾ കോണ്ടാക്ട് ഫോഴ്സിനെ എങ്ങനെ കൊടുക്കുന്നത്, ക്യാപിറ്റൽ R എന്ന് കൊടുക്കണം കേട്ടോ. സ്നേഹ അതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്, കൺസിഡർ ബോത്ത് ബ്ലോക്സ് ആസ് എ സിസ്റ്റം. നോക്കാം എങ്ങനെയാണ് നമുക്ക് ചെയ്യാം. ഒറ്റയടിക്ക് ആൻസർ കണ്ടുപിടിക്കാം. മക്കളെ ഇങ്ങോട്ടല്ലടാ ആക്സിലറേഷൻ, ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നും വേണ്ട, ഒറ്റയടിക്ക് ആൻസർ കണ്ടുപിടിക്കാം. നോക്കിയേ, എടാ M1 M2 അങ്ങോട്ടൊന്ന് പുഷ് ചെയ്യും, അത് നോർമൽ R കോണ്ടാക്ട് ഫോഴ്സ്. M2 M1 ഇങ്ങോട്ടൊന്ന് പുഷ് ചെയ്യും, അതും R. മക്കളെ ഇതൊരു സിസ്റ്റം ആയിട്ട് എടുത്താൽ ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലടാ. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൊത്തം ഉപയോഗിക്കാൻ പോകുന്ന ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ഒരു സ്ഥലത്ത് മാത്രം പറ്റില്ല, അതെവിടെയാണെന്ന് പറഞ്ഞു തരും കേട്ടോ. അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ ബാക്കിയുള്ള ഒരേ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആരാ മക്കളെ? F ആണ്. ടോട്ടൽ മാസ് എത്രയാണ് മക്കളെ? M1 + M2. അതല്ലേ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് എഴുതി കണ്ടുപിടിച്ചത്? ആണോ അല്ലയോ? അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ ഇനി ഇങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോണത്. അറിയാത്തവർ ചോദിക്കണം. ഇപ്പം തന്നെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. കുഴപ്പമില്ലല്ലോ. ഇനി ഇതിന്ന് നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റിയാക്ഷൻ ഫോഴ്സ് ആണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ആറാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒറ്റ ഫ്രീ എൻഡത്തെ സോൾവ് ചെയ്യാനാണ് എളുപ്പം. ഫ്രീ എൻഡത്തെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആര് സോൾവ് ചെയ്യുന്നത്? അവിടെ നിന്ന് 6 കണ്ടുപിടിക്കാൻ എളുപ്പം. M1 ഫ്രീ ബോർഡ് ഡയഗ്രാം വരയ്ക്കണോ M2 വരയ്ക്കണോ? M2 വരയ്ക്കുന്നതാണ് എളുപ്പം. കാരണം M1 ഫ്രീ ബോർഡ് ഡയഗ്രത്തിൽ Fഉം വരും Rഉം വരും. M2 ഫ്രീ ബോർഡ് ഡയഗ്രത്തിൽ ആര് മാത്രമേ വരുള്ളൂ? 6 മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും M2 ഫ്രീ ബോർഡ് ഡയഗ്രാം വരയ്ക്കുന്നതാണ് ഓക്കെ. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാം കേട്ടോ. അടുത്തത് ബ്ലോക്ക് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് നമ്മൾ ലാലേട്ടൻ്റെ മാതിരി ഒന്ന് ചെരിക്കുകയാണ് പ്ലെയിനെ. ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ചു. ചെരിച്ചിട്ട് അതിനെ കൊണ്ടൊക്കെ ഒരു ബ്ലോക്കിനെ വെക്കുകയാണ്. ബ്ലോക്കിൻ്റെ മാസ് M ആണ്. ഈ ആംഗിൾ തീറ്റയാണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് തീറ്റ. അപ്പം നമുക്ക് ഇങ്ങോട്ട് MG ആണെന്ന് അറിയാം അല്ലേ? കാരണം MG ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ MGക്ക് 2 കമ്പോണന്റ് എടുക്കാം. ഇങ്ങനെയും ഒരു കമ്പോണന്റ്, ഇങ്ങനെയും ഒരു കമ്പോണന്റ്, ഇങ്ങനെയും ഒരു കമ്പോണന്റ്. മക്കളെ ഇത് തീറ്റ അല്ലടാ. അപ്പോൾ ഇത് 90 - തീറ്റ അല്ലേ? കാരണം ഇതൊരു നോക്കുക, ഇങ്ങോട്ട് വരച്ചത് 90 അല്ലേ? ആണോ അല്ലയോ? അപ്പോൾ ഇത് 90 - തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 90 ആണ് അല്ലേ? റെക്ടാങ്കുലർ റെസൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് 90 ആകുമ്പോൾ ഇത് തീറ്റ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവൻ ആരാ? MG cos തീറ്റ. കാരണം MGയുടെ അടുത്ത് കിടക്കുന്ന ആള്. ഇവൻ ആരാ? MG sin തീറ്റ. ഇനി ഇത് നമ്മൾ പറയില്ല ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണോ ഇതാണോ തീറ്റ, അപ്പോൾ ഇവൻ MG sin തീറ്റ. അതിലാരും ഡൗട്ട് വെക്കണ്ട. MG sin തീറ്റ. മക്കളെ ഇത് കൂടാണ്ട് ഇവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ട് അല്ലേ? നോർമൽ റിയാക്ഷൻ അത് സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ വരച്ചത് നോർമൽ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും N എന്തിന് ഈക്വൽ ആയിരിക്കും? MG cos തീറ്റയ്ക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഇങ്ങനെ ചാടി 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 വരാത്തത്. ഈ ബ്ലോക്ക് ഇങ്ങനെ ഇറങ്ങിയല്ലേ വരുള്ളൂ. ആണോ അല്ലയോ? ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ N MG cos തീറ്റയ്ക്ക് ഈക്വൽ ആയിട്ട് ഈ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0 ആണ്. ആകെ ഈ ഡയറക്ഷനിൽ ഒറ്റ ഫോഴ്സ് മാത്രമാണ് നെറ്റ് ഫോഴ്സ്, വിച്ച് ഈസ് MG sin തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചല്ലോ, അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. എന്താണ് ഇക്വേഷൻ? അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്, വിച്ച് ഈസ് അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ് മക്കളെ? MG sin തീറ്റ. ടോട്ടൽ മാസ് എത്രയാണ് മക്കളെ? M. ഒറ്റ ബ്ലോക്കേ ഉള്ളൂ. അപ്പോൾ M ക്യാൻസൽ ആയാലും ആക്സിലറേഷൻ എന്ത് വരും? G sin തീറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? When a block is placed on a smooth inclined plane of inclination theta, the acceleration of the body will be equal to G sin theta. I repeat, when a block is placed on a smooth inclined plane of inclination theta, then the acceleration will be equal to G sin theta. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. അടുത്തത് ടെൻഷൻ.
ടെൻഷൻ. എന്താ മക്കളെ ടെൻഷൻ? വേറൊരു ഫോഴ്സ് അല്ലേ. നമ്മൾ ഇത്ര നേരം പഠിച്ചത് രണ്ട് ടൈപ്പ് ഫോഴ്സിനെ പറ്റിയായിരുന്നു ഫ്രീ ബോഡി ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് പഠിക്കുന്നത്, വിച്ച് ഈസ് കോൺടാക്ട് ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫോഴ്സും, കോൺടാക്ട് ഫോഴ്സ് പറയുമ്പോൾ രണ്ട് ബ്ലോക്കിനെ കോൺടാക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഉണ്ടാവണം. ഒന്നിനെ എന്നും നമ്മൾ ലെറ്റർ ഡിനോട്ട് ചെയ്തു, മറ്റൊന്നിനെ ആർന്നാണ് ഡിനോട്ട് ചെയ്തത്. ഇനി ടെൻഷൻ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നത്? ഒരു സ്ട്രിങ്ങിലോ ഒരു റോപ്പിലൊക്കെയാണ് ടെൻഷൻ ഉണ്ടാവുക അല്ലേ. എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ഉണ്ടാവുന്നത്? ടെൻഷൻ എന്താ കാരണക്കാരൻ? ടെൻഷൻ ആരാണ്? ടെൻഷൻ അറൈസസ് ഡ്യൂ ടു ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. രണ്ട് മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയാണ് ആരുണ്ടാവുന്നത്? ടെൻഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കയർ എടുക്കുവാണെങ്കിൽ രണ്ട് ടൈപ്പ് കയറുകളുണ്ട്. ഇപ്പോൾ ഗിറ്റാറിന്റെ സ്ട്രിങ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ അത് മാസ് ഇല്ലാത്തതാണ് അല്ലേ. അപ്പോൾ അവർക്ക് ടെൻഷൻ ഒന്നായിരിക്കും. മാസുള്ള കയറുകൾ, റോപ്പ്, പിന്നെന്താ ഈ റെയിൽവേയുടെ ഒക്കെ വാഗണിലൊക്കെ ഉണ്ടാവുന്ന കയറുകൾ, അതൊക്കെ മാസ് ഉള്ളതാണ്. അപ്പോൾ അതിന് ടെൻഷൻ വേറെ ആയിരിക്കും. അതായത് നമുക്ക് രണ്ട് കേസായിട്ട് തന്നെ പഠിക്കണം. സ്ട്രിങ് വിത്തൗട്ട് മാസും സ്ട്രിങ് വിത്ത് മാസും. യെസ്, അപ്പോൾ നമുക്ക് സ്ട്രിങ് വിത്തൗട്ട് മാസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നോക്കിക്കേ, എന്താ ഒരു ബ്ലോക്കിൽ ഒരു സ്ട്രിങ്, ഇത് വിത്തൗട്ട് മാസ് ഉള്ള സ്ട്രിങ് ആണ് കേട്ടോ. മാസ്ലെസ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് എന്നൊക്കെ പറയാം. ഇത് നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ വെച്ചിരിക്കുകയാണ്. ഇവൻ്റെ മാസ് നമുക്കൊരു 3 കിലോ എടുക്കുക. ഇതുവരെ നമ്മൾ M1 M2 എന്നല്ലേ എടുത്ത്. ഇനി നമുക്ക് കുറച്ച് ഫണ്ണാകാം. 3 കിലോ, ഇത് 5 കിലോ. ഇതിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. എത്ര ഫോഴ്സ് കൊടുക്കാം? ഒരു 16 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കാം. So our question is find the acceleration of the system and find the tension acting in the string. സ്ട്രിങ്ങിലുള്ള ടെൻഷനും കണ്ടുപിടിക്കണം, ആക്സിലറേഷനും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രീ ബോഡി ഡയഗ്രാം ആരും ഉത്തരം പറയരുത്, കാരണം ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി. ഇനി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പോകണം? ഷോർട്ട് ട്രിക്കാണ്. ആക്സിലറേഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ അപ്ലൈ പഠിച്ചു. ആക്സിലറേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞേ, അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. ആണോ അല്ലയോ? ആണ്. ടോട്ടൽ മാസിൽ ആർക്കും ഡൗട്ട് ഇല്ല. എത്രയാണ്? 5 + 3 which is 8. അൺബാലൻസ്ഡ് ഫോഴ്സിലാണ് ഡൗട്ട്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കണം. ഈ 5 കിലോയിൽ ആക്ട് ചെയ്യുന്ന 16 ന്യൂട്ടൺ അങ്ങോട്ടാണ്. ആണോ അല്ലയോ? അപ്പം ഞാൻ പറഞ്ഞു ടെൻഷൻ എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. എന്താണ് ടെൻഷൻ? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ളതാ? ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെ ഈ ഒരു മാസിലെ സ്ട്രിങ് ആണെങ്കിലും അതിൽ കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ മോളിക്യൂൾസിനെ ഞാൻ 3 മോളിക്യൂളിന് എടുത്തു തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മോളിക്യൂൾ, ഇവിടെ ഒരു മോളിക്യൂൾ, ഇവിടെ ഒരു മോളിക്യൂൾ. മക്കളെ ഞാൻ 16 ന്യൂട്ടൺ അങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ, 16 ന്യൂട്ടൺ അങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ ഇവർ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവില്ല. അങ്ങോട്ട് പിടിച്ച് വലിക്കല്ലേ മോളിക്യൂളിനെ. ആ സ്ട്രിങ് എങ്ങോട്ടാ പിടിച്ച് വലിക്കാൻ നോക്കുക, അതാണ് ടെൻഷൻ. അപ്പോൾ ഈ 5 കിലോയിലേതാ ഈ മോളിക്യൂളിനെ ഇവൻ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും, ടെൻഷൻ T. ഈ 3 കിലോനെ ഈ സ്ട്രിങ് ഇങ്ങോട്ട് പിടിച്ച് വലിക്കും, ടെൻഷൻ T. അപ്പോൾ ഒരു ഐഡിയ കിട്ടി. 5 കിലോയിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഇങ്ങോട്ടും 3 കിലോയിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ അങ്ങോട്ടും ആണെങ്കിൽ ടെൻഷൻ എന്താണ്? ആക്ഷൻ റിയാക്ഷൻ പെയർ ഓഫ് ഫോഴ്സസ് ആണ്. ആക്ഷൻ റിയാക്ഷൻ പെയർ ഓഫ് ഫോഴ്സസ്. ആക്ഷൻ റിയാക്ഷൻ പെയർ. ആക്ഷൻ റിയാക്ഷൻ പെയർ ഓഫ് ഫോഴ്സ് ആണ്. അപ്പോൾ നോർമൽ റിയാക്ഷൻ, കോണ്ടാക്ട് ഫോഴ്സ്, അത് കഴിഞ്ഞ് വരുന്ന ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ് ടെൻഷൻ. അപ്പോൾ ഈ T കണ്ടുപിടിക്കണം. അപ്പോൾ ആക്ഷൻ റിയാക്ഷൻ പെയർ ആയതുകൊണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ചെയ്യാം കേട്ടോ. ആക്സിലറേഷൻ ഈക്വൽ ടു അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് അല്ലേ. ടോട്ടൽ മാസ് നമ്മൾ എഴുതി വെച്ചു, അൺബാലൻസ്ഡ് ഫോഴ്സ് മക്കളെ. സോ 16/8 നമുക്ക് എങ്ങനെ എഴുതാം? 2 m/s² എഴുതാം. വെരി ഗുഡ്. യെസ് രോഹിത്, ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസ് ആണ് കേട്ടോ. നമ്മളൊക്കെ ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസ് ആണ്. ഫ്രിക്ഷൻ വന്നാൽ സർഫസ് റഫാകും, അപ്പോൾ ക്വസ്റ്റ്യൻ ടഫാകും കേട്ടോ. അതിലേക്ക് എത്തും നമ്മൾ. ഇപ്പം എത്തിയിട്ടില്ല. നമ്മൾ ഫ്രിക്ഷന് മുന്നേ വരെ എല്ലാ ഫ്രിക്ഷനിലെ സർഫസ് ആണ് എടുക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഇനി ഇവിടുത്തെ ടെൻഷനാണ് ചോദിക്കണമെങ്കിലോ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ് ടെൻഷൻ, വാട്ട് ഇസ് എ ടെൻഷൻ കണക്ട് ചെയ്ത സ്ട്രിംഗ് എന്നാണ് ചോദ്യമെങ്കിലോ എങ്ങനെ ചെയ്യും? നിങ്ങൾ ക്വസ്റ്റ്യനിൽ ടെൻഷനാണ് ചോദ്യമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ഒന്നുമില്ല. ഇതിൽ ഏത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം എളുപ്പം? ഇവൻ്റെ ആണോ ഇവൻ്റെ ആണോ? ഞാൻ അപ്പോഴേ പറഞ്ഞു വേരിയബിൾസ് കുറവുള്ള, ഫോഴ്സസ് കുറവുള്ള ഫ്രീ ബോഡി ഡയഗ്രാം സോൾവ് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ ഇതിൽ ഇവനിലാകുമ്പോൾ 16 ഉണ്ട്, T ഉണ്ട്. എന്നാൽ 3 കിലോയിലോ ആര് മാത്രമേ ഉള്ളൂ? T മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ 3 കിലോൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ മതി. 3 കിലോൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഫ്രീ ബോഡി ഡയഗ്രാം അത് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. 3 കിലോൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ആരൊക്കെ വരുവാടാ? ഇങ്ങോട്ടൊരു T വരും. ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വേറെ ആരുമില്ല. അപ്പോൾ ഒറ്റ ഫോഴ്സേ ഉള്ളൂ T. അപ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എഴുതാം. ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു, വിച്ച് ഈസ് 2 m/s². അപ്പോൾ നെറ്റ് ഫോഴ്സ് T ആണ് ഈ ബോഡിയിലുള്ളത്. T ഈക്വൽ ടു മാസ് 3 ആണ് ഇൻറ്റു 2 വിച്ച് ഈസ് 6 ന്യൂട്ടൺ. കുഴപ്പമുണ്ടോ? റെഡിയല്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അനന്തോ, ഫ്രിക്ഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ അവർ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞോളും. സ്മൂത്ത് സർഫസ് എന്നൊക്കെ പറയും. സ്മൂത്ത് സർഫസ് അല്ലെങ്കിൽ ഫ്രിക്ഷൻലെസ് സർഫസ് തന്നെ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസ് ആണ്. അല്ലെങ്കിൽ അവരിങ്ങനെ പറയും
വെൻ എ ബോഡി ഈസ് പ്ലേസ്ഡ് ഓൺ എ റഫ് സർഫസ് എന്ന് പറയും. അങ്ങനെ പറയുവാണെങ്കിൽ അതെന്താണ്? ഫ്രിക്ഷൻ ഉള്ള സർഫസാണ്. ഓക്കെ, റഫ് സ്മൂത്ത് അത് അവർ എടുത്ത് പറഞ്ഞോളും, ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞോളൂ കേട്ടോ. യെസ്, എനിക്ക് രോഹിത് പറഞ്ഞാൽ മനസ്സിലായില്ല. ഫ്രിക്ഷൻ കോൺസ്റ്റൻറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മ്യൂ തരുന്നാണോ? മ്യൂഎസും മ്യൂ കെയും തന്നാലും മനസ്സിലാക്കാമെന്നാണോ ഉദ്ദേശിച്ചത്? യെസ്, മ്യൂഎസും മ്യൂ കെയും തന്നാലും നമുക്ക് മനസ്സിലാവും, അതായത് ഫ്രിക്ഷൻ ഉള്ള സർഫസ് ആണോ ഫ്രിക്ഷൻ ഇല്ലാത്താണോ എന്ന് മനസ്സിലാവും കേട്ടോ. യെസ്, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. സ്ട്രിങ് വിത്ത് മാസ്. ഇവിടെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുപെടുന്ന ഒരു ടോപ്പിക്. ഇവിടെ നോക്കടാ, സ്ട്രിങ് വിത്ത് മാസ്. വിത്ത് മാസ് ഇതൊരു മാസമുള്ള സ്ട്രിങ് ആണ്. പിന്നെ മാസമുള്ള സ്ട്രിങ്ങേ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറയില്ല, ഇങ്ങനെ ഒരു ഡിനോട്ട് ചെയ്യും. ഇവിടെ ഒരു എം എൽ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് എം മാസമുള്ള എൽ ലെങ്ത്തിലുള്ള സ്ട്രിങ് ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയണം ഇത് എം മാസമുള്ള എൽ ലെങ്ത്തിലുള്ള സ്ട്രിങ് ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പറയും, നമ്മൾ അപ്പോഴേ പറഞ്ഞു മാസമുള്ള സ്ട്രിങ് ആണെങ്കിൽ ഓരോ പോയിന്റിലും ടെൻഷൻ ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. മാസമുള്ള സ്ട്രിങ് ആണെങ്കിൽ ഓരോ പോയിന്റിലും ടെൻഷൻ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ പറയണം ഇത് ഏത് പോയിന്റിലെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്, നിങ്ങൾ ഏത് പോയിന്റിലെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അവർ സ്പെസിഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് പോയിന്റ് അവർ വൃത്തിയായിട്ട് സ്പെസിഫൈ ചെയ്യും ക്വസ്റ്റ്യനിൽ. അപ്പം ഞാനിപ്പോൾ പറയണു വാട്ട് ഈസ് എ ടെൻഷൻ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സ്ട്രിങ്, ഇങ്ങനെയാണ് ചോദ്യം. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് എ ടെൻഷൻ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സ്ട്രിങ്, സ്ട്രിങ്ങിൻ്റെ മിഡ് പോയിന്റിലുള്ള ടെൻഷനാണ് ചോദ്യം. അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾക്ക് പോയിന്റ് കിട്ടുമല്ലോ, ആ പോയിന്റിൽ വെച്ച് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. മിഡ് പോയിന്റിലാണല്ലോ ഇപ്പോൾ ക്വസ്റ്റ്യൻ, അവിടെ വെച്ച് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ബോഡിയായിട്ട് അത് തിരിഞ്ഞു. ഇവിടെ ഒരു ബോഡി, ഇപ്പുറത്തൊരു ബോഡി. അപ്പോൾ ഞാൻ എന്താണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്തു തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് സ്പീഡാവും കേട്ടോ. അപ്പോൾ നോക്കുതാ എഫ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. മക്കളെ മിഡ് പോയിന്റ് വെച്ചിട്ടല്ലടാ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇവിടെയും മാസ് m/2, ഇവിടെയും മാസ് m/2 അല്ലടാ. രണ്ടെവിടെയും മാസ് m/2 അല്ലടാ. യൂണിഫോം മാസ് ആണെങ്കിലാണ് കേട്ടോ. യൂണിഫോം മാസ്. നോൺ യൂണിഫോം ആകുമ്പോൾ നമ്മൾ മാസ് കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ, ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. യൂണിഫോം മാസിൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ m/2 മാസ്. അങ്ങനെയാണെങ്കിൽ ഇതാ മക്കളെ ഞാൻ അങ്ങോട്ടല്ലേ പിടിച്ചു വരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട പോയിന്റിൽ നമ്മളൊരു മോളിക്കുളിനെ കൺസിഡർ ചെയ്തിട്ട് ടെൻഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചൂടെ. ഈ മോളിക്കുളിനെ ഈ സ്ട്രിങ് ഇങ്ങോട്ടല്ലേ പിടിച്ചു വലിക്കുക. സ്ട്രിങ്ങിൻ്റെ പോർഷൻ കിട്ടി. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവന് ടെൻഷൻ ടി ഇങ്ങോട്ട്. കുഴപ്പമുണ്ടോ? ആദ്യം ഇത് ഡിവൈഡ് ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ കണ്ടുപിടിച്ച്. ആക്സിലറേഷൻ ഇക്വേഷൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് അല്ലേ. ഇവിടെ ടെൻഷൻ ഒരു ആക്ഷൻ റിയാക്ഷൻ പെയറാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. വിത്ത് മാസ് ആയിക്കോട്ടെ വിത്തൗട്ട് മാസ് ആയിക്കോട്ടെ ടെൻഷൻ ഒരു ആക്ഷൻ റിയാക്ഷൻ പെയറാ. അവർ ക്യാൻസൽ ആയി പോയിക്കോളും. ബാക്കിയുള്ള ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് എഫ് ആണ്, ടോട്ടൽ മാസ് എം ആണ്. ആണോ അല്ലയോ? F/m കറക്റ്റ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ F/m ആണ് ആക്സിലറേഷൻ എന്ന് കിട്ടി. എൻ്റെ ചോദ്യം ടെൻഷൻ കണ്ടുപിടിക്കാൻ ഇത് സോൾവ് ചെയ്യണതാണോ എളുപ്പം, ഇത് സോൾവ് ചെയ്യണതാണോ എളുപ്പം? ഏത് സോൾവ് ചെയ്യണതാണ് എളുപ്പം? ഇത് സോൾവ് ചെയ്യണതാണ് എളുപ്പം. ആണോ അല്ലയോ? കാരണം ഇതിൽ ഒറ്റൊരു വേരിയബിൾ ഫോഴ്സേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ T = നെറ്റ് ഫോഴ്സസ് = മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ദാറ്റ് ഈസ് m/2 ഇൻറ്റു എ. ദാറ്റ് ഈസ് T = m/2 ഇൻറ്റു എൻ്റെ അവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? F/m. മക്കളെ m ക്യാൻസൽ ആയിട്ട് എന്ത് വന്നടാ? F/2. അതായത് മിഡ് പോയിന്റിലെ ടെൻഷൻ എത്രയേ ഉള്ളൂ? F/2 ഉള്ളൂ. ഓക്കെ ആണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നത് തെറ്റിക്കില്ലല്ലോ. എന്താ മെത്തേഡ്? എന്താ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്യാൻ നിങ്ങൾ ആദ്യം തന്നെ വേണമെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ വെച്ച് ഡിവൈഡ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ എവിടെയാണോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്, അതായത് പോയിന്റ് ഏതാണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അവിടെ വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ആ ക്വസ്റ്റ്യനെ രണ്ടാക്കി തിരിക്കുക. എന്നിട്ട് ഏറ്റവും സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് ചെയ്യുക. എപ്പോഴും നിങ്ങൾക്ക് ഫ്രീ എൻഡ് ഫോഴ്സ് ഇല്ലാത്ത ഫ്രീ എൻഡ് സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം. റെഡിയാണോ? റെഡി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. റെഡിയല്ലേ? തംസപ്പെട്ടെ ശ്രവടേന്നാവട്ടെ. യെസ്, അടുത്തത് പുള്ളി ബ്ലോക്ക് പ്രോബ്ലംസ്. പുള്ളി എന്താണ് മക്കളെ? പുള്ളി ഒരു മാസ്ലെസ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു ഐഡിയൽ പുള്ളിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ മാസ് m1 ആണ്, ഇവിടുത്തെ മാസ് m2 ആണ്. സപ്പോസ് m1 > m2 ആണ് കേട്ടോ. m1 > m2 ആണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ചോദ്യം വാട്ട് ഈസ് എ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം എന്നും ചോദ്യമുണ്ട്. വാട്ട് ഈസ് എ ടെൻഷൻ കണക്ടിങ് ദ സ്ട്രിങ് എന്നും ചോദ്യമുണ്ട്. എന്ത് ചെയ്യാം?
ടെൻഷൻ കണക്ടിങ് ദ സ്ട്രിങ്ങും ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആദ്യം തന്നെ ഇതിൽ തന്നെ കാണിച്ചോട്ടെ മിസ്. ഇനി ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നും വരയ്ക്കണ്ടല്ലോ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഫോർമുല എന്താ? പറഞ്ഞേ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണോ അല്ലയോ? അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. പറഞ്ഞേ ഇവ M2ന്റെ വെയിറ്റ് M2G താഴോട്ട്. ടെൻഷൻ മാർക്ക് ചെയ്യണം. M2 ആക്ട് ചെയ്യുന്ന ടെൻഷൻ മാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മോളിക്കൂളിനെ വെക്കണം. ആ മോളിക്കൂളിന് ആ സ്ട്രിങ് എങ്ങോട്ടാ പിടിച്ച് വലിക്കുക? മുകളിലോട്ട്. അപ്പോൾ ടെൻഷൻ മുകളിലോട്ട്. ഇവിടെ ഒരു മോളിക്കൂളിനെ വെച്ചു. എങ്ങോട്ടാ പിടിച്ച് വലിക്കുക? മുകളിലോട്ട്. സ്ട്രിങ് ഉള്ള സ്ഥലത്തേക്കാ പിടിച്ച് വലിക്കുക. അപ്പോൾ T മുകളിലോട്ട്. വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ട്. മക്കളെ ടെൻഷൻ ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ അല്ലടാ. അപ്പോൾ ബാക്കി അൺബാലൻസ്ഡ് ആയിട്ട് ആരൊക്കെയാണ് ഉള്ളത്? M1Gയും M2Gയും. കറക്റ്റ് ആണോ അല്ലയോ? കറക്റ്റ് ആണോ അല്ലയോ? ആണ്. ഇതിൽ M1 ആണ് വലുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ത്രാസൊക്കെ അറിയാം. അതായത് വെയിറ്റ് ചെയ്ത് നോക്കണ മറ്റേ കളികളൊക്കെ കളിച്ചിട്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന, അതായത് പലചരക്കൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് ഉള്ള സാധനം കണ്ടിട്ടുണ്ടോ? വെയിറ്റ് കൂടുതലുള്ള എങ്ങോട്ട് പോകും? താഴോട്ട് പോകും. അപ്പോൾ ഇവൻ്റെ ആക്സിലറേഷൻ താഴോട്ടും ഇവൻ്റെ ആക്സിലറേഷൻ എങ്ങോട്ടാ? മുകളിലോട്ടാണ്. കാരണം ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വിച്ച് ഈസ് M1 ഗ്രേറ്റർ ദാൻ M2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കണം മക്കളെ, ശ്രദ്ധിച്ചോ. ടെൻഷൻ ആക്ഷൻ റിയാക്ഷൻ പെയറാണ്, ബാലൻസ്ഡ് ആയി. പിന്നെ ബാലൻസ് ചെയ്യാത്ത ഒരേ ഒരാൾ M1G ആണ്. M1Gന്റെ അതേ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് പ്ലസ് M1G എന്ന് എഴുതാം. ഇവിടെ നോക്കടാ, M2Gക്ക് ഓപ്പോസിറ്റ് ആണ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് മൈനസ് M2G എന്ന് എഴുതാം. കറക്റ്റ് ആണോ അല്ലയോ? ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസിന്റെ ഇക്വേഷൻ എന്താ? M1 പ്ലസ് M2. ഇക്വേഷൻ അല്ല, ടോട്ടൽ മാസ് എത്രയാണ്? M1 പ്ലസ് M2. കറക്റ്റ് ആണോ അല്ലയോ? അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഒരു പണിയുമില്ല മക്കളെ. ക്വസ്റ്റ്യൻ തന്നാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഡയറക്ഷൻ വൃത്തിയായിട്ട് എടുക്കുക. ആക്സിലറേഷൻ്റെ അതേ ഡയറക്ഷനിലുള്ള വെയിറ്റിന് നിങ്ങൾ പോസിറ്റീവ് എന്ന് കൊടുക്കുക. ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെയിറ്റിന് നിങ്ങൾ നെഗറ്റീവ് എന്ന് കൊടുക്കുക. വിച്ച് ഇസ് M1G മൈനസ് M2G ബൈ M1 പ്ലസ് M2. ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് T കിട്ടും. ടീൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാണ്. 2M1 M2G ബൈ M1 പ്ലസ് M2. കാണാൻ പഠിക്കുന്ന നല്ല കേട്ടോ. 2M1 M2G ബൈ M1 പ്ലസ് M2. യെസ്. ഇനി ഒരു ടൈപ്പ് പുള്ളി പ്രോബ്ലം കൂടെ പറയാം. നിങ്ങൾ ഒറ്റയടിക്ക് ആൻസർ പറയാൻ നോക്കട്ടെ. ഇതാ പുള്ളി, ഇതിൻ്റെ മാസ് M, ഇവിടുത്തെ മാസ് 2M, ഇവിടുത്തെ മാസ് M. ചോദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. എങ്ങനെ ചെയ്യും മക്കളെ? ഇതിൽ ഏതിലാണ് വെയിറ്റ് കൂടുതൽ? 3M ഇവിടെ, M ഇവിടെ അല്ലടാ വെയിറ്റ് കൂടുതൽ. അപ്പോൾ ഈ ബോഡി ഇങ്ങോട്ടല്ല ആക്സിലറേറ്റ് ചെയ്യുക. ഈ ബോഡി എന്ത് ചെയ്യുമ്പോൾ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യും. അപ്പോൾ ഇവൻ്റെ വെയിറ്റ് MG താഴോട്ട്, ഇവൻ്റെ വെയിറ്റ് 2MG താഴോട്ട്, ഇവൻ്റെ വെയിറ്റ് MG താഴോട്ട്. യെസ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ്റെ അതേ ഡയറക്ഷനിലാണ് 2MGയും MGയും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2MG പ്ലസ് MG. ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ MG, അതുകൊണ്ട് മൈനസ് MG ബൈ ടോട്ടൽ മാസ് എടുക്കുമ്പോഴോ M പ്ലസ് 2M പ്ലസ് M. M പ്ലസ് 2M പ്ലസ് M. സോ 2 MG പോയി 2MG ബൈ 4M എന്ന് വരും. M ക്യാൻസൽ ആയാൽ G/2 എന്ന് വരും. കറക്റ്റ് ആണോ അല്ലയോ? സിമ്പിൾ അല്ലേ ഇത്? ഈ മെത്തേഡ് ആക്സിലറേഷൻ ഈക്വൽ ടു അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നും വരയ്ക്കണ്ട, സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഒരു തംസ് അപ്പ് ഇട്ടാലും നമുക്ക് അടുത്തേക്ക് കിടക്കാം. റെഡി അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ആണ് അടുത്തൊരു ടൈപ്പ് ഫോഴ്സ് ആണ് വെച്ച് സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതിൽ വരുന്ന? സ്പ്രിംഗിൽ വരുന്നൊരു ഫോഴ്സ് അല്ലേ? അതെന്ത് ഫോഴ്സാണ്? സ്പ്രിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പ്രിംഗ് ഫോഴ്സിന്റെ വേറൊരു പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ ഇല്ലാത്തൊരു സർഫസിൽ ഒരു ബ്ലോക്കിനെ വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്കിന്റെ മാസ് M ആണ്. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്പ്രിംഗിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും വിച്ച് ഈസ് F. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഫോഴ്സ് F ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സിനെ ഒന്നും ഇപ്പോൾ ഒഴിവാക്കി നിൽക്കാം. ഈ സ്പ്രിംഗിലുള്ള ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ സ്പ്രിംഗ് ഫോഴ്സ് F ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ ബോഡിക്ക് ഇങ്ങോട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ബോഡിക്ക് എന്തുണ്ടാവും? ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് F ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു X. F is equal to എങ്ങനെ എഴുതാം മക്കളെ? KX എന്ന് എഴുതാം. F is equal to KX. പക്ഷെ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഡയറക്ഷൻ ഉണ്ടോ മക്കളെ? ഡയറക്ഷൻ ഞാൻ ഓൾറെഡി ഇതിൽ കാണിച്ചു. ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടാണെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. അതായത് ഫോർ എ സിംഗിൾ ബ്ലോക്ക് സിസ്റ്റം സ്പ്രിംഗ് ഫോഴ്സ് ഈസ് ഓൾവേസ് എഗെയിൻസ്റ്റ് ദ എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ. ഫോർ എ സിംഗിൾ ബ്ലോക്ക് സിസ്റ്റം സ്പ്രിംഗ് ഫോഴ്സ് ഈസ് ഓൾവേസ് എഗെയിൻസ്റ്റ് ദ എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ എന്ന് നമുക്ക് പറയാം. യെസ്. അതായത് ഇതാ ഇങ്ങനെ ഒരു ഇലോങ്ങേഷൻ, ഒരു ബോഡി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മാസം M ആണ്. അപ്പോൾ MG താഴോട്ടല്ലടാ ഉണ്ടാവുക. MG താഴോട്ടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഇലോങ്ങേഷൻ ആണ് ഉണ്ടാവുക അല്ലേ? ഈ ബ്ലോക്കിന് ഈ വെയിറ്റ് കാരണം ഒരു ഇലോങ്ങേഷൻ ഉണ്ടാവും. അപ്പോൾ ഇലോങ്ങേഷന് ഓപ്പോസിറ്റ് ആണ് സ്പ്രിംഗ് ഫോഴ്സ്. ഇലോങ്ങേഷൻ താഴോട്ടായതുകൊണ്ട് സ്പ്രിംഗ് ഫോഴ്സ് മുകളിലോട്ട്. നമ്മൾ സ്പ്രിംഗ് ഫോഴ്സിന് F എന്നല്ല ഇടുക, KX എന്നാണ് ഇടുക. KX.
ഇനി കംപ്രഷൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരും, ബ്ലോക്കിന്റെ മാസ് എം. അപ്പോൾ എം ജി താഴോട്ടായതുകൊണ്ട് ഈ ബ്ലോക്ക് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. അപ്പോൾ കംപ്രഷൻ ഓപ്പോസിറ്റ് ആണ് സ്പ്രിംഗ് ഫോഴ്സ്. കംപ്രഷൻ ഓപ്പോസിറ്റ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് വരാം, സ്പ്രിംഗ് ഫോഴ്സ് മുകളിലേക്കാണ് വരാം. കേക്സ് സ്പ്രിംഗ് ഫോഴ്സ് മുകളിലേക്കാണ് വരിക. ഓക്കെ ആണോ? ഇതാണ് സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഒരു ഐഡിയ. റെഡി അല്ലേ? സോ നെക്സ്റ്റ് അപ്പാരൻറ്റ് വെയിറ്റ് ഇൻസൈഡ് എ ലിഫ്റ്റ് ആണ്. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മുടെ സെയിം വെയിറ്റ് തന്നെ ആയിരിക്കണം എന്നില്ല നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പാരൻറ്റ് വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതാണ് നമ്മളെ ലിഫ്റ്റെങ്കിൽ ലിഫ്റ്റിൽ നമ്മളൊരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലിഫ്റ്റിൻ്റെ അപ്പാരൻറ്റ് വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക മക്കളെ? അപ്പാരൻറ്റ് വെയിറ്റ് മുകളിലോട്ട് എം മാസ് ഉണ്ട്, എം മാസ് ഉണ്ടെങ്കിൽ എം ജി താഴോട്ടും നോർമൽ റിയാക്ഷൻ എൻ്റെ മുകളിലോട്ടും ഉണ്ട്. സപ്പോസ് ലിഫ്റ്റ്, നമുക്ക് ഒരു കേസ് മാത്രം സോൾവ് ചെയ്യാം. സപ്പോസ് ലിഫ്റ്റ് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത് എടുക്കുകയാണ്. ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എൻ മൈനസ് എം ജി ഈക്വൽ ടു എം എ. അങ്ങനെയാണെങ്കിൽ എൻ എന്താ മക്കളെ? എം ഇൻറ്റു ജി പ്ലസ് എ. സോ ദ അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് കൂടിയോ കുറഞ്ഞോ? കൂടിയില്ലേ? എം ഇൻറ്റു ജി പ്ലസ് എ ആയില്ലേ? അപ്പാരൻറ്റ് വെയിറ്റ് എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്താ ചെയ്യുന്നത്? കൂടുകയാണ്. താഴോട്ട് വരുമ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്ത് ചെയ്യും? കുറയും. യൂണിഫോം മോഷനിലാണെങ്കിലോ? ഒന്ന് കമൻറ്റ് ചെയ്തേ പെട്ടെന്ന്. യൂണിഫോം മോഷനിലാണെങ്കിൽ അപ്പാരൻറ്റ് വെയിറ്റിന് എന്താ സംഭവിക്കുക? അപ്പാരൻറ്റ് വെയിറ്റ് എങ്ങനെയായിരിക്കും? യൂണിഫോം മോഷനിലാണെങ്കിൽ അപ്പാരൻറ്റ് വെയിറ്റ് എങ്ങനെയായിരിക്കും? യൂണിഫോം മോഷനിലാണെങ്കിൽ മക്കളെ ഇതിൻ്റെ ആക്സലറേഷൻ 0 അല്ലേ? ആക്സലറേഷൻ 0 ആണെങ്കിൽ ഈ എന്നും എം ജിയും ഈക്വൽ ആവണ്ടേ? അപ്പോൾ എൻ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എം ജി എന്ന് എഴുതാം. അതായത് അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആക്ച്വൽ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ആക്ച്വൽ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്, വെരി ഗുഡ് നന്ദിത. ആക്ച്വൽ വെയിറ്റിന് ഈക്വൽ ആണ്. റെഡി. അടുത്താണ് നമ്മൾ മെയിൻ കണ്ടന്റ് വിച്ച് ഈസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എഫ്. ഫ്രിക്ഷൻ ഏത് ലെറ്റർ വെച്ചാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? എഫ്. എന്താ മക്കളെ ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഓപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി ബോഡീസ്. രണ്ട് ബോഡീസിൻ്റെ അല്ലെങ്കിൽ രണ്ട് കോണ്ടാക്ട് സർഫസിന് ഇടയിലുള്ള റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഫ്രിക്ഷൻ. അവിടെ തന്നെ നിങ്ങൾ NCERT കൊടുത്ത സെൻറ്റൻസ് ആണ് മിസ് ഇപ്പോൾ വായിച്ചത്. അവിടെ തന്നെ നിങ്ങൾ ഫ്രിക്ഷൻ്റെ ഡ്യൂട്ടി പഠിച്ചേക്കണം. നോ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഇല്ല എന്നാണ് അർത്ഥം. ആണോ അല്ലയോ? റിലേറ്റീവ് മോഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഇല്ല. അതായത് ഫ്രിക്ഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രണ്ട് പേരെയും ഒരേപോലെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. റിലേറ്റീവ് മോഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഇല്ല. മക്കളെ റിലേറ്റീവ് വെലോസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ V1 മൈനസ് V2 എത്രയാണ്? 0 ആണ്. V1 മൈനസ് V2 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? V1 ഈക്വൽ ടു എന്തായിരിക്കണം? V2 ആയിരിക്കണം. V1 ഈക്വൽ ടു V2 ആയിരിക്കണം. അതായത് ഇപ്പം മിസ്സിൻ്റെ കയ്യിൽ ഇത് ഈ കൈയും ഈ ഫോണും ഇവരുടെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരേപോലെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇടയിലുള്ള ഫ്രിക്ഷനുള്ള ഡ്യൂട്ടി. രണ്ടുപേരെയും ഒരേപോലെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഫ്രിക്ഷൻ്റെ ഡ്യൂട്ടി. അപ്പോൾ രണ്ട് ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. ആരൊക്കെയാണ് അവന്മാർ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. റസ്റ്റിൽ വരുമ്പോൾ ഉള്ള ഫ്രിക്ഷനാണ് ആര്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, FS. രണ്ടാമത്തെ ടൈപ്പ് ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ FK ആണ്. അപ്പോൾ റസ്റ്റിലിരിക്കുമ്പോൾ വരുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ് മോഷൻ ഇല്ലാതിരിക്കുമ്പോൾ വരുന്ന ഫ്രിക്ഷനാണ് ആര്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോൾ വരുന്ന ഫ്രിക്ഷനാണ് ആര്? കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലേ? ഇത് വെച്ച് നിങ്ങൾ ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷനും എന്താ പറയുന്നത്? ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS max is directly proportional to n എന്ന് പഠിച്ചു. FS max is equal to എന്താ പഠിച്ചത്? µs into n എന്ന് പഠിച്ചു. പിന്നെ FK is ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്താ പഠിച്ചത്? FK is directly proportional to n. FK equal to എന്താ പഠിച്ചത്? µk into n എന്ന് പഠിച്ചു. ആണോ അല്ലയോ? FK equal to µk into n എന്ന് പഠിച്ചു. ഈ µsഉം µk ഒക്കെ ആരാ മക്കളെ? µs എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. µk എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. മക്കളെ FS max ആണോ FK ആണോടാ വലുത്? FS max ആയിരിക്കും വലുത് അല്ലേ? FS max is greater than or equal to FK. It's very important. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. FS max is greater than or equal to FK. അങ്ങനെയാണെങ്കിൽ നമുക്ക് FS maxന്റെ അവിടെ µs എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. which is greater than or equal to µk n എന്ന് എഴുതാം. മക്കളെ n വെട്ടിപ്പോയാൽ µs is greater than or equal to എന്ത് വരുവാടാ? µk എന്ന് വരും. µs is greater than or equal to µk. അതായത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അതായത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ μ equal to 0.3 and 0.2 ഇങ്ങനെ തന്നാൽ ഇതിൽ µs ഏതാ µk ഏതാന്ന് എങ്ങനെ തിരിച്ചറിയും? വലുത് µs എടാ, ചെറുത് µk. അപ്പോൾ ഇതിൽ µs ആണോ µk ആണോ വലുതെന്ന് നോക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ വലുതാരാന്ന് നോക്കുക. അവനാണ് µs. കാരണം നമുക്കറിയാം µs is greater than or equal to µk ആണെന്ന് അറിയാം. ഇനി ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. μ equal to 0.3 തന്നാൽ അത് തന്നെയാണ് µs, അത് തന്നെയാണ് µk. അതിനാണ് നമ്മളിവിടെ µs is greater than or equal to µk എന്ന് എഴുതിയത്. ഓക്കെ അല്ലേ? ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ
ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യുക ഫ്രിക്ഷൻ്റെ. ഇനി ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഷോർട്ട് ട്രിക്സ് മിസ് പറഞ്ഞുതരാം. ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് എല്ലാവരും തെറ്റിക്കുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ആൻസർ ഒരിക്കലും തെറ്റില്ല. ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ചെയ്യാനുള്ള മെയിൻ സ്റ്റെപ്സ് ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചെയ്യാം അല്ലേ? ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചെയ്യാം. ഒരു ബ്ലോക്ക്, ഈ ബ്ലോക്കിലേക്ക് മിസ് ഒരു 30 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. 50 ന്യൂട്ടൺ. ഇത് 5 കിലോ മാസുള്ള ഒരു ബ്ലോക്കാണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് μ = 0.4 ആണ്. എത്രയാ മക്കളെ? μ = 0.4. അപ്പോൾ നമുക്ക് മ്യൂസും മ്യൂക്കൊക്കെ ഒരേതായിട്ട് എടുക്കാം. ഇവിടെ ശ്രദ്ധിക്കണേ മക്കളെ, ഫ്രിക്ഷൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഇനി നിങ്ങളെ ക്വസ്റ്റ്യൻ തെറ്റില്ല. ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നോക്കിക്കേ. നോർമൽ റിയാക്ഷൻ എത്രയാണ് വരിക? n എന്തിന് ഈക്വൽ ആയിരിക്കുംടാ? mg ക്ക് ഈക്വൽ ആടാ. g 10 ആയിട്ട് എടുത്താൽ n എന്തിന് ഈക്വൽ ആയി? 5 × g which is 50. ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ എഫ് എസ് മാക്സ് കണ്ടുപിടിക്കാം. എഫ് എസ് മാക്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, മ്യൂഎസ് n ആണ്. മ്യൂഎസ് എത്രയാണ് മക്കളെ? 0.4. n എത്രയാണ് മക്കളെ? 50. ഇത് എത്ര വരും? 20 ഇത് വരും. കറക്റ്റ് ആണോ അല്ലയോ? ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ എഫ് എസ് മാക്സും നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സും തമ്മിൽ കമ്പയർ ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് 50 ആണ്, എഫ് എസ് മാക്സ് 20 ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് വലുതല്ലടാ. അപ്പോൾ എഫ് എസ് മാക്സ് ഇസ് ലെസ് ദാൻ എഫ് എന്ന് പറഞ്ഞാൽ ബോഡി എന്തായാലും മൂവ് ചെയ്യും. ബോഡി വിൽ മൂവ്. ബോഡി മൂവ് ചെയ്യുന്നത് മാത്രമല്ല, ആ മോഷൻ എന്തുണ്ടാവും മക്കളെ? ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ബോഡി വിൽ മൂവ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. ഇനി ആ ആക്സിലറേഷൻ അപ്പോൾ അവിടെ വരുന്ന ഫ്രിക്ഷൻ ആരാ? ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന ഫ്രിക്ഷൻ എഫ് കെ ആണ്. എഫ് കെയുടെ ഇക്വേഷൻ എന്താ? മ്യൂ കെ എൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, മ്യൂഎസും മ്യൂ കെയും സെയിം ആണ്. അപ്പോൾ എഫ് എസ് മാക്സും എഫ് കെയും സെയിം ആയിരിക്കും, 20 തന്നെ ആയിരിക്കും. ഇത് അടുത്ത സ്റ്റെപ്പ്. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ 5 കിലോയിൽ ആക്ട് ചെയ്യുന്ന 50 ന്യൂട്ടൺ അങ്ങോട്ടും നമ്മൾ ഇങ്ങോട്ട് എത്രയുള്ളത്? 20 ആണുള്ളത്. ആക്സിലറേഷൻ എ അങ്ങോട്ടും. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ് മക്കളെ? 50 - 20 ബൈ ടോട്ടൽ മാസ് 5 which is 30/5 എന്ന് വരും, which is 6 meter per second square. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചോദിച്ചേ. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഇനിയൊരു മോഡലും കൂടെ ചെയ്യണമെന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് ചോദിച്ചേ. ഇതാണ് ബേസിക് സ്റ്റെപ്പ്. ഇത് ഫോളോ ചെയ്യണം നിങ്ങൾ ഫ്രിക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കുക, എഫ് എസ് മാക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മൾ എഫ് എസ് മാക്സിനെയും എഫും തമ്മിൽ കമ്പയർ ചെയ്യുക. എഫ് എസ് മാക്സ് എന്നാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലല്ലേ? നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലെങ്കിലേ എന്നാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. 5 കിലോ 20 ന്യൂട്ടൺ. സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. മ്യൂഎസ് = 20 വേണ്ട, 10 ന്യൂട്ടൺ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സർഫസ്. ഇതാണ് ചോദ്യം. എങ്ങനെ ചെയ്യും? ഒന്നാമത്തെ സ്റ്റെപ്പ് നോർമൽ റിയാക്ഷൻ കണ്ടുപിടിച്ചു. നോർമൽ റിയാക്ഷൻ ഒരു വ്യത്യാസമില്ല, 50. രണ്ടാമത്തെ സ്റ്റെപ്പ് എഫ് എസ് മാക്സ് കണ്ടുപിടിച്ചു. എഫ് എസ് മാക്സിനും ഒരു വ്യത്യാസമില്ല, മ്യൂഎസ് n. മ്യൂ എന്നാണ് കേട്ടോ തന്നിരിക്കണേ. മ്യൂഎസ് എന്ന് എഴുതണ്ട, മ്യൂ തന്നിട്ട്. മ്യൂഎസ് n പറഞ്ഞേ. മ്യൂഎസ് എത്രയാണ് മക്കളെ? 0.4. n എത്രയാണ് മക്കളെ? 50. അപ്പോൾ എത്ര വരും? 20 എന്ന് വരും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? എഫ് എസ് മാക്സും എഫും തമ്മിൽ കമ്പയർ ചെയ്യുക. നിങ്ങൾ ഇവിടെ നോക്കി നോക്കി, എഫ് എസ് മാക്സ് ആണോ എഫ് ആണോ വലുത്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് 10 ഉള്ളൂ, എഫ് എസ് മാക്സ് 20 വന്നു. ഇതിൽ ആരാ വലുത്? എഫ് എസ് മാക്സ് അല്ലടാ വലുത്. അപ്പോൾ എഫ് എസ് മാക്സ് ഗ്രേറ്റർ ദാൻ എഫ്. അങ്ങനെ വന്നാൽ ബോഡി മൂവ് ചെയ്യൂടാ? ബോഡി മൂവ് ചെയ്യുന്നില്ല. ബോഡിയുടെ ആക്സലറേഷൻ എത്രയാണ്? 0. അങ്ങനെയാണെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്നില്ല, ബോഡിയുടെ ആക്സലറേഷൻ 0 ആണെങ്കിൽ പിന്നെ അവിടെ വരുന്ന ഫ്രിക്ഷൻ ആരാ? സ്റ്റാറ്റിക് ആണ്. വാല്യൂ ഒന്ന് പറഞ്ഞു തരുമോ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്താൽ, ഒന്ന് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നിങ്ങൾക്ക് ഫ്രിക്ഷൻ മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ഒന്ന് പറഞ്ഞു തരുമോ? യെസ്, ചടപടേന്നാവട്ടെ. 10 20 10 സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. യെസ്, വെരി ഗുഡ്. നമ്മളിവിടെ കാണുന്ന ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് മാക്സ് അല്ലടാ. ഇവിടെ വരുന്ന ഫ്രിക്ഷൻ എഫ് എസ് മാക്സ് ആണ്. മാക്സിമം വാല്യൂ ഫ്രിക്ഷൻ ആണ് 20. അതായത് ബോഡി ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു മൂവ് ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുന്നേ ഉള്ള ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ആ സമയത്തുള്ള ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എഫ് എസ് മാക്സ് എന്ന് പറയുന്നത്.
അതല്ലല്ലോ ഇവിടെ വരുന്നത്. ബോഡി മൂവ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ അവിടെ വരുന്ന ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ് മക്കളെ? അപ്ലൈഡ് ഫോഴ്സിന് ഈക്വലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ഫോഴ്സാണ് കൊടുക്കുന്നത്? 10 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഫ്രിക്ഷനും എത്ര തന്നെയാണ്? 10 ന്യൂട്ടൺ തന്നെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ് സ്നേഹ, അനന്തു, ഷഹൽ, മർവിൻ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഫ്രിക്ഷൻ ഓക്കെ അല്ലേ? കൺസെപ്റ്റ് റെഡി അല്ലടാ? സെറ്റല്ലേ? 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യില്ലേ? ഞാൻ ചെയ്തു തരുന്നില്ലല്ലോ? നിങ്ങൾ തന്നെ ആൻസർ പറയില്ലേ? എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. സെറ്റ്. ഇപ്പോൾ ഫ്രിക്ഷൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം കേട്ടോ. നന്നായിട്ട് തന്നെ അറിയുന്നുണ്ട്. പിന്നെ എനിക്ക് ബിൽഡ് ചെയ്യാനൊന്നുമില്ല, നല്ലോണം അറിയുന്നുണ്ട് കേട്ടോ. യെസ്. സോ നമുക്കിനി ക്വസ്റ്റ്യൻ സെഷനിൽ കാണാം അല്ലേ? 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചായയും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വായോ. എന്നിട്ട് എല്ലാ ആൻസറും ഒറ്റയ്ക്ക് പറയണം കേട്ടോ. സോ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു.